നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഒരാലോചനയുമില്ലാതെ നോട്ട് നിരോധിച്ച ശേഷം രാജ്യം മുഴുവൻ പ്രതിഷേധം അലയടിച്ചപ്പോൾ 60ഓളം മാറ്റങ്ങൾ വരുത്തിയത് നമ്മൾ കണ്ടു. ഇത് തന്നെ പൗരത്വ നിയമ ഭേദഗതിയിലും കാർഷിക നിയമങ്ങളിലും രാജ്യം കണ്ടു. ഇപ്പോൾ സൈനിക ഹ്രസ്വകാല പദ്ധതിയായ അഗ്നിപത്തിലും പ്രഖ്യാപിച്ച 3 നാൾ കഴിയുന്നതിനകം കാതലായ 3 മാറ്റങ്ങൾ. രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന പട്ടാളത്തെ ഇത്ര ലാഘവ ബുദ്ധിയോടെയാണോ സ്വയം പ്രഖ്യാപിത രാജ്യസ്നേഹികൾ കാണുന്നത്? BJP നേതൃത്വം നൽകുന്ന സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അഗ്നിപത്ത് അമിതാഭ് ബച്ചൻ്റെ സിനിമയാണ് എന്ന രീതിയിൽ തട്ടുപൊളിപ്പൻ ബോളിവുഡ് സിനിമയ്ക്കപ്പുറം സംഘപരിവാറിന് എന്തൊക്കെയാണ്? ഇളവുകൾ അനുവദിച്ചാൽ യുവാക്കളോടുള്ള തീക്കളിക്ക് അറുതിയാകുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ ഇന്ന് അതിഥികളായി ഉള്ളത് CPIM നേതാവ് ജെയ്ക് സി തോമസ്, BJP വക്താവ് ജിജി ജോസഫ്, മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ബ്രിഗേഡിയർ ഡോക്ടർ പി മോഹനൻ പിള്ള, ഒപ്പം സൈനിക സേവനത്തിൽ ഉദ്യോഗാർത്ഥിയായി നിൽക്കുന്ന ശ്രീ മണികണ്ഠൻ യു നായർ എന്നിവർ. ഏറ്റവും ആദ്യം മണികണ്ഠൻ യു നായരിലേക്ക് തന്നെയാണ് പോകുന്നത്. മണികണ്ഠൻ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈ സമരം? സർ നമസ്കാരം. എല്ലാവരോടും പറയാനുള്ളത്, 22 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ 1.5 വർഷത്തോളം സ്വന്തം വീട്ടിൽ വെയിറ്റ് ചെയ്യാണ് ഒരു ആർമി എക്സാം നടക്കുവാൻ വേണ്ടി. അവൻ്റെ കുടുംബത്തിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എല്ലാം ഒരു ചോദ്യം: നിനക്ക് വേറെ ജോലി നോക്കിക്കൂടെ, പഠിച്ച കാര്യത്തിന് പൊക്കൂടെ, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. എങ്കിലും ഒരു വർഷം, ഏകദേശം 1.5 വർഷം ഒരു ആർമി സ്റ്റുഡൻറ്റ് 22 വയസ്സായ, ശ്രദ്ധിച്ചോണം, 22 വയസ്സായ ഒരു ആർമി സ്റ്റുഡൻറ്റ് 1.5 വർഷം വെയിറ്റ് ചെയ്യുകയാണ് അവന് എക്സാം നടത്താൻ. അവൻ ഈ ജോലിയോടുള്ള താല്പര്യം കൊണ്ട് ഏകദേശം 2021 ഏപ്രിൽ 25 നടക്കേണ്ട എക്സാം 6 വട്ടത്തോളം മാറ്റി. അതിൽ 3 വട്ടം സൈറ്റിൽ വരികയും ഏകദേശം എല്ലാവരും പറഞ്ഞത് കൊറോണ കാരണം മാറ്റിയെന്നാണ്. ഇത് എന്തിനു വേണ്ടിയിട്ട് മാറ്റി? ആദ്യത്തെ എൻ്റെ ഒരു ചോദ്യം, എന്തിനു വേണ്ടിയിട്ട് ഈ എക്സാം നീട്ടിക്കൊണ്ടു പോകുന്നു? എത്രയും പെട്ടെന്ന് ഈ എക്സാം നടത്തുന്നതാണ് ഞങ്ങളുടെ ഇന്ന് നടന്ന ഈ പ്രധാനപ്പെട്ട റാലിയിൽ, ഇല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട പ്രക്ഷോഭത്തിൽ മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം. 2, അത് കൂടാതെ തന്നെ എല്ലാ ചർച്ചയിലും എല്ലാവരും പറയുന്നത് 2 വർഷത്തിന് മുന്നേ ഈ നിയമനം കൊണ്ടുവരാൻ തീരുമാനിച്ചതാണെന്ന്. എങ്കിൽ എന്തുകൊണ്ട് 1.5 വർഷം മുന്നേ ഞങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ തരികയും ഓൾ കേരള ലെവലിൽ മെഗാ റാലി അനൗൺസ് ചെയ്ത് ഈ തിരുവനന്തപുരത്ത് നടത്തുകയും ചെയ്തു? അതിന് ഉത്തരവും വ്യക്തമായിട്ട് തരണം. അതുകൂടാതെ ഈ റാലിയിൽ കിട്ടാത്ത എനിക്കറിയാവുന്ന എന്നെപ്പോലുള്ള പല സുഹൃത്തുക്കളും കേരളത്തിന് വെളിയിൽ പോയി റിലേഷൻ റാലികൾ ഓടുകയും അവിടെ സെലക്റ്റായിട്ട് വന്നിട്ട് പോലും ഇവരെ എല്ലാം പറ്റിക്കുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ ഇവർക്കെല്ലാം അവകാശമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ അഗ്നിപത്ത് വഴി നിയമനമാണ് എന്ന് അനൗൺസ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കോമൺ എൻട്രൻസ് എക്സാം നടത്തുക. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. മണികണ്ഠൻ, ഇപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ന്യായീകരിച്ച് പറയുന്ന BJP നേതാക്കളും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടവരും പറയുന്നത് ഈ സമരം ഒരു തട്ടിപ്പാണ്, ഇത് ഈ ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കിയെടുക്കുന്ന, ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന മാഫിയകളാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ്. സാർ ഒരിക്കലും അല്ല സാർ. സ്വന്തം കുടുംബത്തിൻ്റെ പരിതാപകരമായ അവസ്ഥ അറിയുന്ന ഓരോരുത്തരാണ് ഇന്ന് ഈ സമൂഹത്തിലുള്ളത്. എന്നെപ്പറ്റിയും എൻ്റെ കൂടെ ഇന്ന് വന്ന പലരെയും പറ്റി അന്വേഷിക്കുമ്പോൾ മനസ്സിലാവും എത്ര പേർ മാഫിയയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. ആരും മാഫിയ ബേസ് ഒന്നും ബന്ധപ്പെട്ടല്ല സാർ വരുന്നത്, സ്വന്തം ആവശ്യങ്ങൾ പറയാനാണ്. ഞങ്ങൾ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ പലരും അറിയത്തില്ലായിരുന്നു ഈ ഒരു പ്രശ്നം ഉണ്ട്. ഇത്രയും യുവതലമുറയിലുള്ള ഇത്രയും യുവത്തന്മാരായ ആളുകൾ ഇത് അനുഭവിക്കുന്നുണ്ട്. ആരും ഇത് മനസ്സിലാക്കത്തില്ലായിരുന്നു. ഏകദേശം 1.5 വർഷം, സാർ ആലോചിക്കും, 1.5 വർഷം തന്നെ 6 വട്ടം ഈ എക്സാം മാറ്റിയെങ്കിൽ എന്തുകൊണ്ട്? ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരേ ന്യായം, കൊറോണയാണ്. ശരി, കൊറോണ. ഇപ്പോൾ കൊറോണ അല്ല പ്രശ്നം. ഇടയ്ക്ക് എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു റിട്ടേൺ എക്സാം നടത്താനായിട്ട്. റിട്ടേൺ എക്സാം നടത്തി സെലക്ട് ആവാത്ത പലരും, സെലക്ട് ആവുകയോ ആകാതിരിക്കുകയോ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് റിട്ടേൺ എക്സാം നടത്തുന്നില്ല? അതും ഞങ്ങളെ 1.5 വർഷം മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന് സെലക്ഷനായി നിൽക്കുന്ന, ഫിസിക്കലും മെഡിക്കലും പാസ്സായി സെലക്ഷനായി നിൽക്കുന്ന ഓരോ ആളുകൾക്കും ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. സ്വന്തം കുടുംബത്തിലും നാടുകളിലും അവരെടുത്ത് പറയുന്നതാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് ഗൾഫിൽ പൊക്കൂടെ, ഇല്ല നിനക്ക് അവിടെ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല? എന്തുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ നിങ്ങളാരും മനസ്സിലാക്കുന്നില്ല? എല്ലാവരും പറഞ്ഞിട്ട് ഇതൊരു നോട്ടിഫിക്കേഷൻ ആരും അറിയാതെ വന്നതല്ലോ, ആർമിയുടെ സൈറ്റിൽ തന്നെ വന്നതാണ്. പിന്നെ എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു നിയമനം, അതും ഞങ്ങൾക്ക് അർഹിക്കാത്ത നിയമനം, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിയമനം?
ഞങ്ങൾക്ക് ഞങ്ങൾ അറിയാത്ത കാര്യം മീൻസ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തന്ന എന്താണോ അതല്ല വന്നിരിക്കുന്നത്. മണികണ്ഠൻ, ഇപ്പോ ഈ കാര്യത്തിൽ പട്ടാളത്തിന്റെ പ്രായം കുറയ്ക്കണം. പട്ടാളത്തിന് ഇപ്പോൾ ശരാശരി 32 വയസ്സാണ് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കുറച്ച് എന്താണ് യുവാക്കളെ കൊണ്ടുവരിക, യുവത്വം ഉണ്ടാക്കുക നമ്മുടെ പട്ടാളത്തിന് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സാർ, യുവത്വമൊക്കെ വളരെ നല്ല കാര്യമാണ്, ഞാൻ യോജിക്കുന്നുണ്ട്. യുവത്വമൊക്കെ വളരെ നല്ല കാര്യം. പക്ഷെ 4 വർഷം കൊണ്ട് പഠിക്കാൻ പറ്റുന്നതാണോ ഒരു ഇന്ത്യൻ സൈന്യത്തെ? ഇല്ലേ 4 വർഷം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണോ നമ്മുടെ ഇന്ത്യയിലെ സേനയെ? ഒരിക്കലും അല്ല സാർ. 4 വർഷം വെറും അമേരിക്കയ്ക്കൊക്കെ ടൂറ് പോയിട്ട് വരുന്ന പോലെ ഇന്ത്യൻ സേന എന്തെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റാതെ അവിടെ ചെന്ന് എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് കണ്ടു കേട്ട് അറിഞ്ഞ് വരുക അല്ലാതെ ഒരു കാര്യവും പോസിബിൾ അല്ല. ഒരു കാര്യവും പോസിബിൾ അല്ല സാർ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 4 വർഷം കൊണ്ട് പറയാൻ പറ്റില്ല ഇന്ത്യയിലെ സേനയെ പറ്റി. ശരി, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ സമരം ഏത് വഴിക്കാണ് പോവുക? സാർ, ഞങ്ങൾ സമാധാനപരമായി മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ഞങ്ങൾക്കൊരു ബീഹാറാക്കണ്ട ഇവിടെ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് എന്നെ പോലുള്ള സാധാരണക്കാരുടെ മാതാപിതാക്കളാണ്. അന്നന്നത്തെ അന്നത്തിനോടുന്ന ഓരോരുത്തരെയും ജീവിക്കുന്ന നാടാണ് കേരളം. അവരെ മുൻനിർത്തി അവരുടെ സാഹചര്യം മനസ്സിലാക്കി വേണം സാർ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. ഇനിയും ഞങ്ങൾ ഇതുപോലുള്ള സമാധാനപരമായ റാലികൾ മുന്നോട്ട് തന്നെ കൊണ്ടുവരും. പക്ഷേ ഞങ്ങൾ ഒരു കാരണവശാലും മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ ഒരു ബീഹാറാക്കാനോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള തീരുമാനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അതിന് താല്പര്യമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ സമാധാനപരമായി തന്നെ നേരിടും സാർ. അത് ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ള വിശ്വാസമുണ്ട്. അതിന് തെളിവാണ് ഇന്ന് ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് അണിനിരുന്ന ഓരോ സുഹൃത്തുക്കളും എൻ്റെ. ശരി, BJP നേതാവ് ജിജി ജോസഫ് കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീ ജിജി ജോസഫ്, ചെറുപ്പക്കാരുടെ ഈ വേദന നിങ്ങൾ കാണുന്നില്ലേ? അതൊക്കെ മാറ്റിക്കൊണ്ട് ഈ കാലം അത്രയും ഈ ചെറുപ്പക്കാരെ ഓട്ടിച്ച് മുമ്പിലെത്തിച്ച് തെരഞ്ഞെടുത്ത് ഇന്ത്യൻ പട്ടാളത്തിൻ്റെ നിരയിലേക്ക് കൊണ്ടുചെന്ന് നിർത്തി ആ യുവത്വം ഉപയോഗിച്ച് അതിർത്തി കാത്ത നമ്മുടെ ഈ പട്ടാളത്തെ നിങ്ങൾ പെട്ടെന്ന് മാറ്റി പുതിയ രീതിയിലാക്കുന്നത് എന്തുകൊണ്ടാണ്? പട്ടാളത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് കഴിഞ്ഞ കാർഗിലിന് ശേഷം വന്ന സുബ്രഹ്മണ്യം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പല മാറ്റങ്ങൾ വരുത്തുന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഇന്ത്യൻ മിലിറ്ററിയിൽ. ഇത് ഇവിടെ ലോകത്ത് ആദ്യമായിട്ട് ഇവിടെ ഒന്നുമല്ല പരീക്ഷിക്കുന്നത്. ഞാൻ ആദ്യം എനിക്ക് പറയാനുള്ളത് ഈ മണികണ്ഠനെ പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ ജോലി തേടി നടക്കുന്നവർക്ക് ജോലി ലഭിക്കട്ടെ. അടുത്ത റിക്രൂട്ട്മെൻറ്റിന് ഇപ്പോൾ ജനറൽ റിക്രൂട്ട്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഏജ് എനിക്കറിയില്ല. ജനറൽ റിക്രൂട്ട്മെൻറ്റ് പോലുള്ള റിക്രൂട്ട്മെൻറ്റിൽ വരുമ്പോൾ അവർക്കൊക്കെ ജോലി ലഭിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഈ മണികണ്ഠൻ്റെ ദുഃഖത്തെ ഞാൻ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. കാരണം അവർക്കൊക്കെ പ്രായം താങ്കൾക്ക് അറിയില്ല എന്ന് പറയല കടന്നു പോകുന്നുണ്ട്. എന്റെ വേദന എന്താ സാറിനോട് ഞാൻ പറയട്ടെ. ഞാൻ ഡിഗ്രി ഗ്രാജുവേറ്റഡ് ആണ്. എന്റെ അച്ഛൻ ഓട്ടോക്കാരനാണ്. സാറിനോട് പറയട്ടെ, ഓട്ടോക്കാരനാണ്. എന്റെ കുടുംബത്തിലും എന്റെ നാട്ടിലും ഞാൻ ജോലിക്ക് പോകുന്നത്. എല്ലാ ചർച്ചയിലും ഇടയ്ക്ക് കയറുന്ന പോലെ ഈ ചർച്ചയിൽ ഇടയ്ക്ക് കയറില്ല. ഞാൻ നിർത്തിത്തരാം. നിങ്ങൾ ചർച്ച ചെയ്തോ, ഞാൻ നിർത്തിത്തരാം. എനിക്ക് ഒരു പ്രശ്നമില്ല, നിർത്തിത്തരാം. ജിജി പറഞ്ഞോളൂ. അല്ല ആദ്യം മണികണ്ഠൻ ഞാൻ ആദ്യം അവരുടെ വേദന കൂടി നമ്മൾ അറിയണം. മണികണ്ഠൻ നിർത്തിയിട്ടുണ്ട്, അദ്ദേഹം ഒരു മാന്യത കാണിച്ചിട്ടുണ്ട്, നിയന്ത്രിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ വേദന ആവശ്യത്തിന് സമയം കൊടുക്കുക. അതിന്റെ ഞാൻ പറഞ്ഞോളൂ. സ്ഥിരം രാഷ്ട്രീയ ചർച്ച പോലെ ആക്കല്ലേ ശ്രീ ജിജി ജോസഫ്. ഇതൊരു ചെറുപ്പക്കാരുടെ തൊഴിലില്ലാത്ത ആളുകളുടെ ഒക്കെ ഒരു വേദനയാണ്. മണികണ്ഠന്റെ വേദന പോലെ തന്നെ അതെ വേദനയാണ്. ഇതിൽ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു കാരണക്കോണത്തൊരു അനു തൂങ്ങി മരിച്ചിരുന്നു. ഈ എക്സൈസ് വകുപ്പിൽ ഒരുപാട് ഒഴിവുണ്ടായിട്ടും അതിൽ നിയമനം കിട്ടാത്ത കൊണ്ട് അദ്ദേഹം തൂങ്ങി മരിച്ചതാണ്. നമ്മുടെ PSCയുടെ കുറച്ച് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ രാപ്പകൽ സമരം നടത്തുന്നുണ്ട്. നിരവധി ഉദ്യോഗാർത്ഥികൾ, ഈ മണികണ്ഠനെ പോലുള്ള ആളുകളുടെ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ സമരം നടത്തിക്കൊണ്ട് PSC റാങ്ക് കഴിഞ്ഞ പ്രാവശ്യം റിട്ടയർമെന്റ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളിൽ. ഈ വർഷങ്ങൾ ഒരു നിയമനം നടത്തിയിട്ടില്ല. അല്ല, ഇതൊക്കെ അറിയാവുന്ന ഈ രാജ്യത്തെ മുഴുവൻ ചെറുപ്പക്കാരെയും തെരുവിലിറക്കി അവരുടെ വേദന പോലും തിരിച്ചറിയാതെ ഈ വർത്തമാനം പറയുന്നത്. അല്ല, ഞങ്ങൾ 17 വയസ്സുള്ളവർക്ക് മുതലുള്ളവർക്ക് ജോലി കൊടുക്കുക. 17 വയസ്സുള്ളവർക്ക് മുതൽ ജോലി കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
അത് വ്യക്തമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. എത്ര കൊല്ലത്തേക്ക്? 17 വയസ്സുള്ള ആളുകൾക്ക് നിങ്ങൾ 4 കൊല്ലത്തേക്ക് ജോലി കൊടുത്തിട്ട് വീണ്ടും തെരുവിലിറക്കാനല്ലേ? അതൊന്ന് അവർക്ക് 10% എല്ലാ മേഖലയിലും അവർക്ക് സംവരണം കൊടുക്കല്ലേ? അവർ തിരിച്ചു വന്ന് അവർക്ക് അതിനോടൊപ്പം വിദ്യാഭ്യാസം ഉണ്ടല്ലോ. എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഏത് നിയമം? എന്റെ സാർ 25% പേർക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യാം. ഒന്ന്, വരുന്നവർക്ക് 10% പേർക്ക് ജോലി കൊടുക്കും. സംസ്ഥാന സർക്കാരുകൾ ജോലി ഓഫർ ചെയ്ത് സംവരണങ്ങൾ കൊടുത്തു തുടങ്ങി. പിന്നെ ഈ ആൾക്ക് പുതിയൊരു സംരംഭം തുടങ്ങി. അദ്ദേഹം ഒരു ചെറു പ്രായത്തിൽ തന്നെ ഫിസിക്കലി ഫിറ്റാകുകയും ഒരു ജീവിതത്തിന് ചിട്ട വരികയും ഇങ്ങനെ അവരൊരു എക്യുപ്ഡ് ആക്കി മാറ്റുകയല്ലേ സർക്കാർ? അപ്പൊ ഇക്കാര്യം 4 വർഷം പറയുമ്പോൾ ഡിഗ്രി കഴിയാം, എല്ലാം കഴിയല്ലോ. അവർക്ക് ആർക്കും ഒരു ഡിസിപ്ലിൻ ഇല്ലേ? അതിൽ നിന്നല്ലേ ഈ രാജ്യത്ത് ഇത്രയും കാലം കാത്തത്? ഡിസിപ്ലിൻ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ 4 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവർക്കും ഒരു ജീവിതത്തിൽ ഒരു മാർഗം കിട്ടുകയല്ലേ? അവരുടെ ജീവിതത്തിൽ ഒരു ചിട്ട വരികയല്ലേ? അവരെ രാജ്യസ്നേഹികളാക്കി മാറ്റിയല്ലേ? ഇതെന്താ ഇത് നമ്മളിതൊന്നും ചിന്തിക്കാത്ത എന്താ? നമ്മൾ അവർക്ക് വേണ്ടി അവർക്ക് പുതിയ സ്കീം വരുന്നു. അതായത് നിങ്ങൾക്ക് ഈ യുവാക്കൾക്കൊന്നും അച്ചടക്കമില്ലെന്നും രാജ്യസ്നേഹമില്ലെന്നും മനസ്സിലാക്കിയപ്പോ നിങ്ങൾ അതൊന്നും ഒരു വഴി കണ്ടുപിടിച്ചു. അവരെ രാജ്യസ്നേഹികളാക്കുക ആദ്യം, അവർക്കൊരു ചിട്ട ഉണ്ടാക്കുക ആദ്യം, പിന്നെ ജോലിക്കെടുക്കാം. ഇതാണ് അല്ല നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല. നിർബന്ധിതമല്ലല്ലോ. അച്ചടക്കമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൂടെ? കുറച്ചുകൂടി കൂടുതൽ കിട്ടും, അവർക്കൊരു ദിശാബോധം കിട്ടും, അവർ എക്യുപ്ഡ് ആവും. ഇങ്ങനെ ചിന്തിച്ചുകൂടെ? നെഗറ്റീവായിട്ട് തന്നെ കാണണം. എന്താണ് ഇത്ര നെഗറ്റീവായിട്ടല്ല ഇതിനെ എതിർക്കാൻ? ഈ രാജ്യത്ത് ഇന്നിപ്പോ ഒരു സംസ്ഥാനത്ത് ബന്ദാണ്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആളുകൾ തെരുവിലാണ്, ചെറുപ്പക്കാർ തെരുവിലാണ്. അവർ ഇപ്പോൾ ഈ മണികണ്ഠനെ പോലുള്ളവർ എത്രയോ വർഷം കാത്തിരുന്ന പട്ടാളക്കാരനാകാനുള്ള ഒരു താല്പര്യമുണ്ട്. ഒപ്പം ജീവിതത്തിൽ ഒരു സ്ഥിര ജോലി അതുകൂടി ഉണ്ടാകേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണ് മുന്നോട്ട് പോയത്. അവരെയാണ് ഒറ്റയടിക്ക് പെട്ടെന്ന് നിരാശരാക്കുന്നത്. നിങ്ങൾക്കറിയോ PSCയിലെ ഡ്രൈവർ താൽക്കാലിക നിയമനാണ്. PSCയിലെ ഡ്രൈവർ താൽക്കാലിക നിയമനം, PSCയിലെ താൽക്കാലിക നിയമനാണ്. ഒരുപാട് പേര് സെക്രട്ടറിയുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഈ പട്ടാളക്കാരെ ഇപ്പോ പെട്ടെന്ന് ഈ രീതിയിലേക്ക് പട്ടാളത്തിൽ വരാൻ കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരെ ഈ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞു ഓടിക്കുകയാണോ? റാങ്ക് ലിസ്റ്റ് എടുത്ത് ഇവരെ പുറത്തു കളയ. പട്ടാളക്കാർ എന്ത് രാഷ്ട്രീയം പറഞ്ഞ ഈ പറയുന്നത്? പട്ടാളക്കാർക്ക് 17 വയസ്സുള്ള ആളുകൾക്ക് കൂടുതൽ എല്ലാവർക്കും ജോലി കൊടുക്കാൻ പോകുന്നത് വലിയ പ്രശ്നമാണത്. എല്ലാവർക്കും ജോലി നേരത്തെ കൊടുക്കാൻ പോകുന്നു, അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണോ? ലോകത്ത് നടക്കാത്ത കാര്യമാണോ? ആക്കപ്പെടുന്നത് നടക്കാത്ത കാര്യമാണോ? ശരി, ഞാൻ വരാം. ഡോക്ടർ മോഹനൻ പിള്ളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ജെയ്സി തോമസിനോട് ചോദിക്കട്ടെ. ശ്രീ ജെയ്സി തോമസ്, രാജ്യത്തിപ്പോൾ ഈ രീതിയിൽ പട്ടാളത്തിൽ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവന്ന് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്നു, അച്ചടക്കം, പഞ്ച്വാലിറ്റി ഇതൊക്കെ കൊണ്ടുവരുന്നു, എന്നാൽ നിർബന്ധിത സൈനിക സേവനമല്ല എന്നും പറയുന്നു. എന്താണ് ഇക്കാര്യത്തിൽ BJP സർക്കാരിൻ്റെ ഈ നയത്തെ എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത്? അങ്ങേയറ്റം പരിഹാസ്യമായ വാദങ്ങളാണ്. എന്തായാലും ഈ നടപടിയെ, ഈ അഗ്നിപഥ പദ്ധതിയെ പിന്തുണയ്ക്കാൻ വേണ്ടി നമ്മുടെ സംവാദത്തിൽ എത്തിയിട്ടുള്ള സഹപാനലിസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഞാൻ അദ്ദേഹം നടത്തിയ ചർച്ചയിലെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോടൊന്നും പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുകയല്ല. പക്ഷേ ഈ പദ്ധതിയെ സംബന്ധിച്ച് അങ്ങൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുവജന വഞ്ചനയായിട്ടാവും ഈ പദ്ധതിയെ നമ്മളുടെ വരുംകാല ചരിത്രം വിലയിരുത്തുക. അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഞങ്ങൾ PSCയിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഏതോ ചില ഡ്രൈവർ വേക്കൻസികൾ അത് താൽക്കാലികമല്ലേ, അത് ഓൺ കോൺട്രാക്റ്റ് അല്ലേ, അത് കരാർ അടിസ്ഥാനത്തിലല്ലേ, ഞങ്ങൾ കൂടുതൽ ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ വസ്തുതകൾ അറിയാവുന്ന മഹാഭൂരിപക്ഷം വരുന്ന പ്രേക്ഷക സമൂഹം തള്ളിക്കളയുകയും പരിഹാസ്യ രൂപേണ കാണുകയും ചെയ്യുന്ന വാദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സംവാദത്തിൽ ഉടനീളം ഉയർത്തുകയുണ്ടായത്. ഇന്ത്യൻ മിലിറ്ററിയുടെ ആകെ ശേഷി എത്രയാണ്? അത് US ചൈനയും കഴിഞ്ഞാൽ ലോകത്തിൽ 3ാമത്തേതും ഇന്ത്യയിൽ 1ാമത്തേതുമായിട്ടുള്ള തൊഴിൽദാതാവ് കൂടെയാണ്. അതങ്ങ് മനസ്സിലാക്കണം. പ്രതിവർഷം 64,000 റിട്ടയർമെൻറ്റുകളാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത്. ഈ 64,000 റിട്ടയർമെൻറ്റുകളെ പകരം വെക്കാൻ 100-ലധികം വരുന്ന റിക്രൂട്ട്മെന്റ് റാലികളായിരുന്നു നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷമായി അങ്ങ് പരിഹാസ രൂപേണ പറഞ്ഞ കേരള PSC
ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനങ്ങളുടെയും PSC ചെയർമാൻമാരുടെ സമ്മേളനം, കോൺഫറൻസ് നമ്മൾ ഈ സംവാദത്തിനായി ഒത്തുചേരുന്നതിന്റെ ദിവസങ്ങൾക്ക് പുറകിൽ കേരളത്തിൽ വെച്ച് സംഗമിക്കുകയുണ്ടായി. അതിൽ RSSും കോൺഗ്രസും കോൺഗ്രസ് ഇതര സർക്കാരുകളും ഒക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ PSC ചെയർമാൻമാർ വന്നു. അവരുടെ ഐക്യകണ്ഠേനുള്ള അഭിപ്രായം, പാൻഡമിക് കാലയളവിൽ രാജ്യത്തിന് മുമ്പിൽ അഭിമാനാർഹമായ ശ്രദ്ധേയമായ മുന്നേറ്റം നിയമനം നടത്തിയ PSC ആണ് കേരളത്തിലേത്. അത് കേരളത്തിലെ PSC ചെയർമാൻ്റെ അഭിപ്രായമല്ല, ആ PSC സംഗമത്തിന്റെ അഭിപ്രായമായിരുന്നു. ഞാനത് ചൂണ്ടിക്കാട്ടാൻ കാരണം, പാൻഡമിക്കിന്റെ കാലയളവിൽ കേരള PSCക്ക് പോലും ശ്രദ്ധേയമായ ചില മുന്നേറ്റങ്ങൾ നടത്താൻ കഴിഞ്ഞു. പക്ഷേ 14 ലക്ഷത്തിന്റെ കരുത്തുള്ള മെറിറ്റ് ഉണ്ടായിരുന്ന നമ്മളുടെ ഇന്ത്യൻ മിലിറ്ററി 2 വർഷമായി സ്റ്റാഗ്നന്റ് ആണ്. അവിടെയാണ് നമ്മൾ കണ്ട സുരേഷ് ബിച്ചാർ എവിടെ രാജസ്ഥാനിലെ സിക്കറിൽ നിന്ന് RSSന്റെ പതാകയോ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പതാകയോ അല്ല, ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഓടി സിക്കറിൽ നിന്ന് ഡൽഹി വരെ 50-ലധികം വരുന്ന മണിക്കൂറുകൾ തുടർച്ചയായി ഓടി ഡൽഹിയിലെത്തിയത് അദ്ദേഹത്തിന്റെ പ്രായമുള്ള ചെറുപ്പക്കാരികളുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് അങ്ങ് ഓർമ്മിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണ്, 21ാം വയസ്സിൽ ഒരു ശുപാർശയും കൂടാതെ കായികക്ഷമത തെളിയിച്ചതിന്റെ മെറിറ്റോറിയസ് ആയ പ്രവേശന പരീക്ഷ പാസ്സായതിന്റെ പേരിൽ പട്ടാളത്തിലേക്ക് പ്രവേശനം ലഭിച്ച ആളായിരുന്നു സുരേഷ് ബിച്ചാർ. 2 വർഷം നിങ്ങൾ നിയമനം നടത്തിയില്ല, ഇപ്പോൾ പ്രായത്ര 23ആയി. അപ്പൊ അയോഗ്യത കൽപ്പിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ഈ അനീതി ഇന്ത്യ രാജ്യത്തെ ചെറുപ്പത്തോട് കാണിച്ച ഒരേ ഒരു ഗവൺമെന്റേ ഉള്ളൂ, അത് സംഘപരിവാർ സർക്കാരാണ്. രാജ്യം ഇപ്പോൾ നിയന്ത്രിക്കുന്ന RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന സർക്കാരാണ്. ഇതിന്റെ തുടർച്ചയിൽ നിങ്ങൾ കാണുക, ഇത് കരാർ നിയമനം നടപ്പിലാക്കുന്നു. 4 വർഷക്കാലം കൊണ്ട് 75% എന്ന് പറയുന്ന അത്രയും ആളുകളെ പിരിച്ചുവിടുന്നു. അല്ലെങ്കിൽ 4 വർഷക്കാലത്തിനപ്പുറം പെൻഷനും മറ്റ് തൊഴിലിന്റെ എല്ലാ സംരക്ഷണവും നിങ്ങൾ ഇല്ലാതാക്കുന്നു. അതുമാത്രമാണോ ഇതിനകത്ത് ഏറ്റവും ക്രിയാത്മകമായ പ്രശ്നം നിലനിൽക്കുന്നത്? ഇതിനോടുള്ള ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിമർശനം എവിടെയാണ്? 4 വർഷക്കാലത്തിനിടയിൽ ഇവർ പറഞ്ഞ കണക്ക് 50,000ആണ്. 37,500 പേരെ നിങ്ങൾ ഏബിൾ അല്ല, നിങ്ങൾ ബാക്കിയുള്ള 25%-നോളം നിങ്ങൾ ഉയർന്നിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിരിച്ചുവിടപ്പെടുകയാണ്. പിരിച്ചുവിടപ്പെടുന്ന സൈനിക അഭ്യാസം നേടിയ തൊഴിൽ രഹിതരായ കഴിവില്ലാത്തവരെന്ന് നിങ്ങൾ പുറന്തള്ളുന്ന ആളുകൾ അവർ ഇന്ത്യൻ സമൂഹത്തിൽ എന്തു ചെയ്യും? പക്ഷെ അവർ വളരെ ഇന്ത്യൻ സമൂഹത്തിൽ രാജ്യസ്നേഹികളായി മാറുമെന്നാണ് BJP വക്താവ് ഇവിടെ പറഞ്ഞത്. അതെ, അത് സംഘപരിവാരത്തിന്റെ മൂസയിൽ വാർത്ത രാജ്യസ്നേഹികളിൽ സുരേഷ് ബിച്ചാർമാർ ഉണ്ടാവില്ല. ആങ്കർ എന്ന നിലയിൽ അങ്ങൊന്ന് ചോദിച്ചാൽ മതി. ഇന്ത്യൻ ദേശീയ പതാക ഏന്തി സിക്കറിൽ നിന്ന് ഡൽഹിയിലേക്ക് സമരം നയിച്ച സുരേഷ് ബിച്ചാർ ദേശവിരുദ്ധനായിരിക്കും RSSന്റെ അഭിപ്രായത്തിൽ, സംഘപരിവാരത്തിന്റെ അഭിപ്രായത്തിൽ. യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് ഇത് ദേശീയതയുടെ പ്രശ്നമല്ല, ഇത് ദേശവിരുദ്ധതയെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ മോഹനൻ പിള്ള, ഇപ്പോൾ ഈ പുതിയൊരു മാറ്റം അഗ്നിപഥ് എന്ന പദ്ധതിയിലൂടെ ഇന്ത്യൻ സേനയിൽ കൊണ്ടുവരാൻ BJP സർക്കാർ തീരുമാനിച്ചു. വിജ്ഞാപനം ഭാഗികമായി ഇറക്കി, ഇനി ഇതാ പല ദിവസങ്ങളായി ഇറങ്ങാൻ പോകുന്നു. ചില ഇളവുകൾ ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ചു, ഇന്ന് പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ സൈന്യം ആവശ്യപ്പെട്ടിട്ട് സൈന്യത്തെ ചെറുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ എന്ത് ഗുണകരമായ മാറ്റം ഉണ്ടാകുമെന്നാണ് കാണേണ്ടത്? സൈന്യത്തിനെ ചെറുപ്പമാക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിന് മുമ്പായിട്ട് കമ്രേഡ് ജെയ്ക്ക് എൻ്റെ കൂടെ 2 ദിവസം ചർച്ചയിലുണ്ടായിരുന്നു. അപ്പം ആ 2 ദിവസം മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, ഇത് ഒരു കാരണവശാലും ഫോർവേഡ് പോസ്റ്റിലുള്ള ഡിഫൻസ് യൂണിറ്റുകളിൽ നടപ്പിലാക്കാൻ പ്രയാസമാണെന്നും ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു, ഇത് സംവരണ തത്വത്തെ അട്ടിമറിക്കുമെന്നും. അത് ഇന്ന് അതുപോലെ തന്നെ നടന്നു. ഇനിയും വരാൻ പോകുന്നത് ഞാൻ ഇപ്പോൾ തന്നെ പറയാൻ പോകുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് പുറകോട്ട് മാറിക്കൊണ്ടിരിക്കും. കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിട്ടയേർഡ് ഓഫീസേഴ്സ് പോലും പറയുന്നത് അഗ്നിപഥിനെതിരല്ല, അഗ്നിപഥ് നടത്തിക്കോട്ടെ, രാജ്യസ്നേഹമുള്ളവർ വരട്ടെ, അതിലൊരു വിഷയമില്ല. പക്ഷേ ജനറൽ റിക്രൂട്ട്മെൻറ്റ് നിർത്തലാക്കുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അത് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തരമാണ് നമ്മൾ കാണിക്കുന്നത്, ജനറൽ റിക്രൂട്ട്മെൻറ്റ് നിർത്തുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു കാരണവശാലും ഈ ജനറൽ റിക്രൂട്ട്മെൻറ്റ്, ഞാൻ മണികണ്ഠനോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങളാരും TV-യുടെ വിഷനിൽ വരില്ല, ഉദ്യോഗാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അഗ്നിവീരാകാൻ സാധ്യത കുറവാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള പ്രശ്നം എന്താണെന്ന് ഇനി ടെക്നിക്കലായിട്ട് ഡോക്ടർ ലാലെ ഞാൻ പറഞ്ഞു തരാം. കാര്യം ആർമി ആക്ട് അനുസരിച്ചിട്ടാണ് ഇന്ത്യൻ ആർമി പ്രവർത്തിക്കുന്നത്. ആർമി ആക്ടിൽ ഭേദഗതി വരുത്തുക എന്ന് പറയുന്നത് പാർലമെൻറ്റാണ്.
പാർലമെൻറ്റിലാണ് ആർമി ആക്ട് ഭേദഗതി വരുത്തേണ്ടതും അതുപോലെ തന്നെ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് പ്രസിഡൻറ്റുമാണ്. ഓക്കെ, ഗവൺമെൻറ്റിന് മെജോറിറ്റി ഉള്ളിടത്തോളം സമയം ഇവർക്ക് എന്തും ചെയ്യാൻ പറ്റും. 2-3 ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ എൻ്റെ കൗണ്ടർ പാർട്ടിനോട് ഞാൻ ചോദിക്കാനുള്ളത്. കാരണം ഒന്ന്, ഒരു ഉദ്യോഗാർത്ഥി സർവീസിൽ വരുമ്പോൾ തീർച്ചയായും മുന്നിൽ വിഷനുണ്ട്. എനിക്ക് ഈ സർവീസിൽ ഒരു ഓഫീസിൽ ഒരു LD ക്ലർക്കായിട്ട് കയറിയാൽ പോലും ഒരു സെക്ഷൻ ഓഫീസറായിട്ട് അല്ലെങ്കിൽ ഹെഡ് ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്യണമെന്നൊരു മനസ്സിലൊരാഗ്രഹമുണ്ട്. ഇപ്പോൾ KS മാതിരിയുള്ള സർവീസുകളുണ്ട്, ഇൻ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ പ്രൊമോഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ളത്. അങ്ങനെയുള്ള അവസരം പ്രൊമോഷൻ ഇൻ സർവീസിൽ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത്. സർവീസിൽ കയറി 3 മാസം കഴിയുമ്പോൾ കേപ്പബിളായിട്ടുള്ള ഒരു ജവാന് തീർച്ചയായും ഓഫീസറാകാനുള്ള ഒരു അവസരം വരെയാണ് കൊടുക്കുന്നത്. ടെസ്റ്റ് എഴുതി പാസ്സായാൽ ഏതാണ്ട് 17% ഓഫീസേഴ്സ് ഇങ്ങനെ വരുന്ന ജവാന്മാരിൽ നിന്നുള്ള ഓഫീസേഴ്സാണ്. ഇവർക്ക് ആ അവസരം നിഷേധിക്കുകയാണ്. അത് ഒരു സൈഡിൽ നിൽക്കട്ടെ. രണ്ടാമത്, ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ, അതായത് 3 കാറ്റഗറിയാണ് ആർമി ആക്ട് അനുസരിച്ച് ഇന്ത്യൻ ആർമിയിലുള്ളത്. NCO നോൺ കമ്മീഷൻഡ് ഓഫീസർ, JCO ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ ആൻഡ് കമ്മീഷൻഡ് ഓഫീസർ, ഈ 3 കാറ്റഗറി. അപ്പോൾ തീർച്ചയായിട്ടും അഗ്നിവീർ വരുമ്പോൾ അത് ടോപ്പ് ലെയറിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. കാര്യം കമ്മീഷൻഡ് ഓഫീസേഴ്സിനെ ബാധിക്കുന്നില്ല ഇത് ഒന്ന്. പിന്നെ ബാധിക്കുന്നത് എന്താണ്? മിഡിൽ ലെവൽ ഓഫീസേഴ്സിനെയാണ്. കാര്യം ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ്, ഇന്ത്യൻ ആർമിയുടെ നെടുന്തൂണായിട്ടുള്ള ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ നായിക് സുബേദാർ മേജർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ്. അവരുടെ ഈ അഗ്നിവീർ വരുന്നതോടുകൂടി അവരുടെ പ്രൊസീജിയർ, പ്രൊമോഷൻ പ്രോസ്പെക്ട്സ് എന്ത് എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. അതിനാണ് പ്രധാനമായിട്ടും ടെക്നിക്കലായിട്ട് ആൻസർ പറയേണ്ട ഒരു കാര്യം. രണ്ടാമത്, 5 വർഷത്തേക്ക് കയറുന്ന ഈ അഗ്നിവീർ എന്ന് പറയുന്നത് എൻട്രി നല്ലതാണ്, എൻട്രിക്കൊന്നും ഒരു കുഴപ്പമില്ല. ഈ 5 വർഷം സ്റ്റെബിലിറ്റി, ഇപ്പോൾ മണികണ്ഠനെ പോലെ എത്രയോ 4 വർഷം, ഐ കറക്റ്റഡ് മൈസെൽഫ്, മണികണ്ഠനെ പോലെയുള്ള ആൾക്കാർ ഇതിനകത്തോട്ട് വരുന്നു. ഈ 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ലാൽ ഇതിനകത്ത് എഫക്റ്റീവായിട്ട് കിട്ടുന്ന വെറും 3 വർഷത്തിൽ താഴെയാണ്. കാരണം 6 മാസം ട്രെയിനിങ്, വർഷത്തിൽ 2 മാസം ആനുവൽ ലീവ് ഉണ്ട്, 1 മാസം കാഷ്വൽ ലീവ് ഉണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ എത്ര ടൈം എഫക്റ്റീവായിട്ട് ഈ ആളിനെ കിട്ടും? എന്തുകൊണ്ട് ഈ ഉട്ടോപ്യൻ ഐഡിയ ആലോചിക്കുന്നില്ല? എന്താണ് അതിൻ്റെ ഒരു രീതി? രണ്ടാമത്, ഇപ്പോൾ പുതിയ നിയമം വന്നിരിക്കുന്നു. ഞാൻ ഒന്നിനെയും വിമർശിക്കുവല്ല, ഇവരെ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് അബ്സോർബ് ചെയ്യും 10% എന്ന്. അപ്പം പാരാമിലിറ്ററി ഫോഴ്സിനെ എന്തിനാണ് ഡൗൺഗ്രേഡ് ചെയ്ത് കാണിക്കുന്നത്? പാരാമിലിറ്ററി ഫോഴ്സസ് ഈസ് ഓൾസോ ഈക്വലൻ്റ്, ദേ ആർ ഓൾസോ ദേശസേവനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഫോഴ്സാണ്. ആ ഫോഴ്സിൽ ഈ ഇന്ത്യൻ ആർമിയിലുള്ളവർ അവിടെ തന്നെ ജവാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് പകരം അവിടെ നിന്ന് വീണ്ടും അടർത്തിയെടുത്തിട്ട് ഇപ്പുറത്ത് പാരാമിലിറ്ററി ഫോഴ്സസിൽ എന്തിനാണ് കാണുന്നത്? അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കേരള പോലീസിൽ നിന്ന് ഒരാളെ മാറ്റി കേരള ആംഡ് ഫോഴ്സിലോട്ട് മാറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ അതിശയോക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താണെന്നുള്ളത് ഇപ്പോഴും ഐ എം ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ. പിന്നെ ഉള്ളത് മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേ ആൻഡ് പക്സിൻ്റെ കാര്യമാണ്. അതായത് ഈ അഗ്നിവീർ സിപ്പായി ആയിട്ടായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ സിപ്പായി ആയിട്ട് റിക്രൂട്ട് ചെയ്യുമ്പം, അല്ലെങ്കിൽ നായിക്കല്ലെ ഹവിൽദാർ, ഈ 3 വർഷത്തെ സർവീസിൽ ഈ മറ്റുള്ള റെഗുലറായിട്ട് ഇതിനു മുമ്പ് സർവീസിൽ കയറിയ ആൾക്കാർ ഇവരുമായിട്ട് പേ ആൻഡ് പക്സിൽ ഡിഫറൻസസ് ഉണ്ട്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. കാര്യം ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ള ഭരണഘടനാ തത്വമാണ് ലംഘിക്കപ്പെടുന്നത് ഒരേ ജോലിക്ക്, അതറിയാമല്ലോ. അപ്പം ആ ഒരു രീതി അവിടെയും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നു. പിന്നെ ഡോക്ടർ ലാൽ, ദ ക്രക്സ് ഓഫ് ദി ഇഷ്യൂ ഈസ് ദാറ്റ് ഇന്ത്യൻ ആർമിയിൽ ഇന്നേ വരെ ഒരു പിസ്റ്റൾ പോലും ട്രയൽ ചെയ്യാതെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഇത് ഓൾ ഓഫ് എ സഡൻ എന്തെടുത്താലും ഇതൊരു യൂണിഫോം ചേഞ്ച് ചെയ്യുന്ന മാതിരിയുള്ള ഒരു ഡിസിഷൻ അല്ല. നാളെ മുതൽ ഡിഫൻസ് ഫോഴ്സസിൻ്റെ യൂണിഫോം ഇതായിരിക്കണം, ഓക്കെ. പക്ഷേ ഈ പ്രശ്നം, അതായത് ട്രയൽ ചെയ്തിട്ട് അത് സക്സസ് ആണെങ്കിൽ പാർഷ്യലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫേസ് ബൈ ഫേസ് ആയിട്ട് കൊണ്ടുവരുന്നതിനോട് ആർക്കും എതിർപ്പില്ല. എഫക്റ്റീവ്നെസ് നമുക്ക് കാണാൻ പറ്റും. അതും ട്രയൽ നടത്താതെ ഡയറക്റ്റ് ഇന്ത്യൻ ആർമിയുടെ ദേശസുരക്ഷയുടെ സുപ്രീം ഫോഴ്സായിട്ടുള്ള ഡിഫൻസ് ഫോഴ്സിൽ ഡയറക്റ്റ് കൊണ്ടുവരുന്നതിനോടാണ് എല്ലാവർക്കും. ഞാൻ തിരിച്ചു വരാം. ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ള, വളരെ കാതലായ കാര്യങ്ങളാണ് ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാട്ടിയത്. സമൂഹത്തെ ബാധിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ വശങ്ങൾ ജയ്ക്ക് ചൂണ്ടിക്കാട്ടിയത്,
സ്വന്തം അനുഭവം ഇവിടെ മണികണ്ഠൻ യു നായർ പറഞ്ഞത്. ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ, ഇതിനെക്കുറിച്ചൊന്നും ഉത്തരം പറയാതെ എങ്ങനെയാണ് ഒരു ട്രയൽ പോലും നടത്താതെ ഇങ്ങനൊരു മാറ്റം സൈനികർ പറഞ്ഞു എന്ന് പറഞ്ഞ് മോദി സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ജിജി, അല്ല, ഞാൻ ആദ്യം ഈ ജയ്ക്ക് പറഞ്ഞതിന് ഒന്ന് പറഞ്ഞോട്ടെ. കാരണം വെച്ചാൽ ഞാൻ ജയ്ക്കിൽ നിന്ന് ഇതല്ല പ്രതീക്ഷ. ഞാൻ ജയ്ക്കിൽ നിന്ന് പ്രതീക്ഷ ഈ പട്ടാളത്തിൽ അധികമായി ഇത്രയും വേക്കൻസി ഉണ്ട്, ഇത്രയും ആളുകൾ വരണം എന്നൊക്കെ, അതിൽ അവിടെ ജോലിക്ക് കിട്ടണം, അതാണ് ഏറ്റവും വലിയ റിക്രൂട്ട്മെൻറ്റ് സംവിധാനം എന്നതിന് അപ്പുറം ഞാൻ പ്രതീക്ഷിച്ചത് ഈ നെതർലൻഡിലും ബെൽജിയത്തിലൊന്നും അതിർത്തി കാൽക്കാൻ പോലും ആരുമില്ല. അവിടെ ഹോട്ടലിൻ്റെ നടുവിലൂടെയാണ് അതിർത്തി രേഖ പോകുന്നത്. യൂറോപ്പിലൊരു ബസ്സിൽ കയറി 7 രാജ്യങ്ങളിലൂടെ പോകാം. അങ്ങനെ അത്ര വിശാലമായ രീതിയിൽ അതിർത്തിയിൽ പൂന്തോട്ടക്കാവൽക്കാരുണ്ടാരെയാണ് നിയമിക്കേണ്ടത്. അങ്ങനത്തെ ഒരു സുന്ദരമായ ലോകത്തെക്കുറിച്ചും ഇത് പരിഹസിക്കാനുള്ള സമയമല്ല സർ. മേഖലയിലെ ഈ ചെറുപ്പക്കാരെ നോക്കി അവർക്ക് വേണ്ടി വാദിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ പരിഹസിക്കുക, വലിയ രീതിയിൽ പരിഹസിച്ചതല്ല. ഞാൻ ആശയം പറഞ്ഞതാ. പരിഹസിച്ചതല്ല. അത് പരിഹാസമായിട്ട് എടുക്കരുത് പ്ലീസ്. താങ്കളുടെ ഉന്നയിക്കപ്പെട്ട പ്രധാന ചോദ്യങ്ങളോട് ഉത്തരം പറയൂ. ഈ ഒരു പാനലിൽ ആളുകൾ എത്ര കാതലായ പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചത്. അതിനെയൊക്കെ താങ്കൾ ഇങ്ങനെയാണോ BJP ഈ ഇന്ത്യൻ പട്ടാളത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെ നേരിടാൻ പോകുന്നത്? അല്ലല്ലല്ലല്ലല്ല, ഇന്ത്യൻ പട്ടാളത്തിൽ ഒന്ന് മാറ്റാം. അതെ, ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മോഹനൻ പിള്ള എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് കൂടുതലും പ്രൊമോഷൻ, പേ സ്കെയില്, ഇതിനെക്കുറിച്ചാണ് കുറച്ച് കൂടുതൽ പറഞ്ഞേക്കുന്നത്. ബാക്കി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയൂ. നമുക്ക് അതല്ലേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ താങ്കളാണല്ലോ പറയേണ്ടത്. താങ്കൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് കാര്യം എന്ന് പറയുന്നത് പങ്ക്ച്വാലിറ്റി, ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു നിർദ്ദേശം അവർക്ക് സംവരണം കൊണ്ടുവന്നിട്ടുണ്ട് പാരാമിലിറ്ററി ഫോഴ്സിൽ എന്നൊക്കെയാണ്. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണെന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. ഈ പാരാമിലിറ്ററി ഫോഴ്സുകൾ എങ്ങനെയാണ്, CRPF പോലെയുള്ള ഫോഴ്സുകളെ എങ്ങനെയാണ് തരം താഴ്ത്തി കാണിക്കുന്നത്? അതൊക്കെ വലിയ തെറ്റാണോ? അതിനെന്താ കുഴപ്പം? ഒരു സ്ഥലത്ത് ട്രെയിനിങ് കിട്ടി, അവർക്ക് ഇവിടെ സംവരണം കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? എനിക്കത് മനസ്സിലാവുന്നില്ല. അവരെ കൊച്ചാക്കുകയാണോ അത്? നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ്ങിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു കേട്ടല്ലോ. ഒരു പട്ടാളക്കാരന് വേണ്ട പരിശീലനം കിട്ടാൻ പോലും ഈ സമയം പോരാ എന്നാണ്. എന്റെ സാർ, ഇതെല്ലാം പഠിച്ചിട്ടാണല്ലോ അവരൊക്കെ. അവരാ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഇതിന്റെ അകത്ത് 25% അങ്ങോട്ട് എടുക്കാം. ഡോക്ടർ മോഹനൻ പിള്ള പറഞ്ഞത്. ഇപ്പൊ ഈ കാര്യത്തിൽ എവിടെയാണ് പരീക്ഷണം നടത്തിയത്? പട്ടാളക്കാരെ അല്ലാതെ പരീക്ഷിച്ച് നമ്മളെ എല്ലാത്തിനും പരീക്ഷണമൊന്നും വെച്ചോണ്ടിരിക്കണ്ട. ഇതൊക്കെ കൃത്യമായി പഠിച്ച് അവലോകനം ചെയ്തിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതെ, നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പരീക്ഷണം നടത്താതെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കൃത്യമായ നിർദ്ദേശം എവിടെ നിന്ന് വന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. അതിനെന്താ കുഴപ്പം? ഒരു സർക്കാരിന് നിർദ്ദേശങ്ങൾ എവിടുന്ന് വന്നു എന്നൊക്കെ കൃത്യമായിട്ട് അത് സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ഒരു അന്വേഷണം നടത്തുക. അല്ലാതെ അതൊക്കെ BJP പ്രതിനിധി സർക്കാരിന് എവിടുന്ന് വന്നു എന്നൊക്കെ ചോദിച്ചാൽ BJP പ്രതിനിധി സർക്കാരിന്റെ ആളായിട്ടല്ലോ വന്നിരിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിലാണല്ലോ സർക്കാർ. ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സിൽ ഇത്തരത്തിലൊരു മാറ്റം നടത്താൻ ശ്രമിക്കുമ്പോൾ അതിങ്ങനെ കുട്ടികളിയാണോ? നിങ്ങൾ നോട്ട് നിരോധിച്ചപ്പോ, കാർഷിക നിയമങ്ങൾ മാറ്റാൻ ശ്രമിച്ചപ്പോൾ, GSTയുടെ കാര്യം കൊണ്ടുവന്നപ്പോൾ ഒക്കെ എടുത്ത അതേ നയം തന്നെയാണോ പട്ടാളത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും വരുത്തുന്നത്? നിങ്ങൾ GST പട്ടാളം ഒന്നും എടുത്ത് ഒരുമിച്ച് കൂട്ടിക്കുഴക്കല്ലേ? അതൊന്നും കൂട്ടിക്കുഴക്കത്തക്ക രീതിയിലുള്ളതല്ല. അത് വേറെയാണ്. ഇന്ത്യൻ പട്ടാളത്തെ എങ്ങനെ കൊണ്ടുപോകണമെന്നും രാജ്യസുരക്ഷയും രാജ്യസ്നേഹത്തിനും കുറിച്ചും നിങ്ങൾ ദയവ് ഇത് പഠിപ്പിക്കാൻ വരരുത്. ജിജി, ഞാൻ രാജ്യസ്നേഹത്തെ കുറിച്ച് നിങ്ങളുടെ അറിവിനെ പഠിപ്പിച്ച് നേരെയാക്കാൻ ഞങ്ങൾ യോഗ്യനായ ആളല്ല. ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. അതിലൊന്നും ഒരു തർക്കമില്ല. ശരി, അത് നിങ്ങളുടെ മാത്രം കുത്തകയായി കാണരുത്. ഇവിടെ ബാക്കി എല്ലാവരും രാജ്യസ്നേഹികൾ തന്നെയാണ്. ശ്രീ ജിജി, ഒറ്റ
കാര്യം, ഇപ്പോ ഡോക്ടർ മോഹനൻ പിള്ള പറഞ്ഞതുപോലെ പ്രമോഷൻ ഒരു തൊഴിലിൽ കയറുന്ന ആളുകൾക്ക്, പട്ടാളക്കാർക്ക് പ്രത്യേകിച്ച് പ്രമോഷൻ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഇവിടെ ആ പ്രമോഷന്റെ കാര്യത്തിൽ എന്തുണ്ട്? ഈ 4 വർഷം വരുന്ന ആളുകൾക്ക് എവിടെയാണ് പ്രമോഷൻ? 3 കൊല്ലം മാത്രമാണ് ഇഫക്റ്റീവായി അവർ സേവനം നടത്തുന്നത്, പരിശീലനം നടത്തുന്നത്. 3 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് രാജ്യസ്നേഹവും അച്ചടക്കവും താങ്കൾ നേരത്തെ പറഞ്ഞ ആ കൃത്യതയുമൊക്കെ ലഭിക്കുക? ശരി, ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം നിർബന്ധിത പട്ടാള സേവനം നടത്തണം. അവിടെ എങ്ങനെയാണ് നടത്തുന്നത്? പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മൾ അതിനെ കുറിച്ച് പറയണ്ടല്ലോ. കാരണം ഇവിടെ നിർബന്ധിത സേവനം അല്ലല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്. അതേ മാതൃക അന്വേഷിക്കുന്നത്. നിർബന്ധിതമല്ല. ആഗ്രഹമുള്ളവർക്ക് വരാം. രാജ്യത്തെ സേവിക്കാൻ വേണ്ടി താല്പര്യമുള്ളവരായി വരത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. രാജ്യത്തോട് കൂറില്ലാത്തവരും ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ സേവനം നടത്താൻ തയ്യാറല്ല എന്ന് പറയുന്നതായ ആളുകൾ വരത്തില്ല. അപ്പൊ മണികണ്ഠൻ യു നായർ ഈ തെരുവിൽ കണ്ട, റോഡിൽ കണ്ട പ്രക്ഷോഭം നടത്തിയ ആളുകൾ, സമരം നടത്തിയവരൊക്കെ രാജ്യസ്നേഹികളല്ല എന്നാണോ പറയുന്നത്? രാജ്യസ്നേഹികളല്ലെന്നാണ് പറഞ്ഞത്. രാജ്യസ്നേഹികൾ എല്ലാവർക്കും വരാം. ഞാൻ 17 മുതൽ 21 വരെയുള്ള ആളുകളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവർക്കും വരാം. ആരാ വരണ്ടെന്ന് പറഞ്ഞ്? പക്ഷേ ഒരു കാര്യമുണ്ട്. ചില ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിരിക്കുന്നവര്, അല്ലെങ്കിൽ ഇത് പ്രത്യേകമായിട്ട് ചില റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഏജൻസികൾ, അവരെല്ലാം ഇതിനെതിരാന്ന്. അതിൽ തർക്കമൊന്നും ഉണ്ടാവില്ല. അവർ ഒരു ടൈമിൽ ഇതിനെതിരാവും. ഈ ഒരു കുറച്ച് കാലഘട്ടത്തിലേക്ക് അവർ കുറച്ച് പേർക്ക് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മറുപടിയാണ് പറയുന്നത് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കാതലായ മറുപടി പോലും നിങ്ങൾക്ക് പറയാനാകുന്നില്ല. ഈ പട്ടാളക്കാരുടെ പ്രമോഷൻ കാര്യം നിങ്ങൾ അതിനെ അപഹസിച്ച് തള്ളുകയാണ്. രണ്ടാമത്തത്, ഈ 3 വർഷമല്ലേ ഇഫക്റ്റീവായി ട്രെയിനിങ് കിട്ടുന്നുള്ളൂ ഇവർക്ക് എന്ന് ചോദിച്ചപ്പോൾ അത് മതി, രാജ്യസ്നേഹികളാകുന്നവരൊക്കെ ഇതിൻ്റെ കൂടെ വന്നോളും എന്നാണ് താങ്കൾ പറയുന്നത്. CRPF പോലെയുള്ള സംവിധാനങ്ങളിൽ 10% സംവരണം കൊണ്ടുവന്നാൽ അവർക്കൊക്കെ ജോലിയാകുമെന്ന് പറയുന്നു. CRPF തരം താഴ്ത്തുകയല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അതിന് കൃത്യമായി മറുപടിയില്ല. ഈ രാജ്യത്ത് നിങ്ങൾക്ക് ഈ പട്ടാളത്തിൽ മാറ്റം കൊണ്ടുവന്ന് മറ്റൊരു ഹിഡൻ അജണ്ടയുണ്ടോ? CRPF എങ്ങനെ തരം താഴ്ത്തുന്നത്? പട്ടാളത്തിൽ ട്രെയിനിങ് കിട്ടിയ ആള് CRPF പോയി അവിടെ വീണ്ടും ട്രെയിനിങ് എടുത്ത് ജോലി ചെയ്യുന്നതിന് എങ്ങനെ തരം താഴ്ത്തുന്നേ? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ശ്രീ ജയ്ക്ക് ഈ കാര്യത്തിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ടെന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഈ കാര്യത്തിൽ BJPക്ക് ഒരു ഹിഡൻ അജണ്ടയുണ്ട് എന്ന് താങ്കൾ കാണുന്നുണ്ടോ? ഭയങ്കര ഹിഡൻ അജണ്ട ഉണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അവിടെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ ഒരു നടപടിയെ ന്യായീകരിക്കുന്ന ചില സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്ന്, നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ചില മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്നും, അങ്ങനെയും കൂടെ പറയണം, അവരിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളായി കാണാൻ വേണ്ടി കഴിഞ്ഞ ചില ഉദാഹരണങ്ങളുണ്ട്. അതായത് ഇസ്രായേലിൽ ആദ്യത്തെ 2 വർഷം എല്ലാ പുരുഷന്മാരും സ്ത്രീകളും നിർബന്ധിത സൈന്യ സേവനം നടത്തേണ്ടതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങൾ, ഫ്രാൻസ്, ചൈന പോലെയുള്ള രാജ്യങ്ങൾ, അവിടെയും ഇത്തരത്തിലുള്ള നിർബന്ധിത സൈനിക സേവനമുണ്ട് എന്നൊക്കെയാണ് ഇവർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത്. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ ഈ സമരം അസാധാരണമായ ശേഷിയോടുകൂടെ ഉയർന്നു വന്നതിന് ശേഷം സ്വാഭാവികമായി ചില മാറ്റങ്ങൾ വരുത്തുവാൻ കേന്ദ്ര സർക്കാർ, RSSന്റെ പ്രചാരകർ നിർബന്ധിതരായി. അതിൽ ഏറെ കൗതുകമുണർത്തിയൊരു പ്രസ്താവന ഇന്നലെയാണ് കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ആ പ്രസ്താവന എന്ന് പറയുന്നത് ഇവരുടെ ഹിഡൻ അജണ്ടയെ കൂടുതൽ അനാവരണം ചെയ്യപ്പെടുന്നതും അതിൻ്റെ പൊള്ളത്തരത്തെ തുറന്നു കാട്ടുന്നതുമായിരുന്നു. അതായത് ഈ സംവരണ പ്രഖ്യാപനത്തിനൊക്കെ ശേഷം കേന്ദ്രമന്ത്രിസഭയിൽ ഒരു പ്രധാനി ഇന്നലെ പറയുകയാണ്, ഇവർക്ക് കേന്ദ്ര സർക്കാർ സർവീസുകളിൽ, അതായത് 4 വർഷക്കാലത്തെ ഈ സേവനത്തിന് ശേഷം നിങ്ങൾ 25% ഇരിക്കാൻ കൊള്ളില്ല, നിങ്ങൾ ശേഷിയില്ലാത്തവരാണ് എന്ന് തിരിച്ചറിഞ്ഞ് 75% ആയുധാഭ്യാസം കൊടുത്ത് തൊഴിൽരഹിതരായി തള്ളിവിടുന്നുണ്ടല്ലോ. ആയുധാഭ്യാസമുള്ള ആ തൊഴിലില്ലാ പടയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇന്നലെ പറയുകയാണ്, ഒരു പ്രധാനി ഇന്നലെ പറയുകയാണ്, ഇവർക്ക് മറ്റ് ഇതര സർവീസുകളിൽ ഇവർക്ക് പ്രത്യേക സംവരണം, പ്രത്യേക അവകാശങ്ങൾ ഉണ്ടാകും. ഏത് ഇതര സർവീസുകൾ? കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന പാനലിസ്റ്റായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന മാന്യൻ പറയട്ടെ, ഏത് ഇതര സർവീസുകളാണ്? ആങ്കർ ഓർമ്മിക്കും, ഡോക്ടർ ലാൽ ഓർമ്മിക്കും, നമ്മൾ ഈ സംവാദത്തിനായി ഒത്തുകൂടുന്ന ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സ്വകാര്യ ട്രെയിൻ ഓടിക്കഴിഞ്ഞിട്ട് ഇന്ന് ഒരു ദിവസം തികയുകയാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ നെറ്റ്വർക്കുകളിലൊന്ന് ഇവർ സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നു, അദാനിവൽക്കരിച്ചിരിക്കുന്നു, അംബാനിവൽക്കരിച്ചിരിക്കുന്നു. ആ റെയിൽ ബോർഡ് ഇനിയുണ്ടോ?
ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഏക എയർ സർവീസ് ആയിരുന്നു എയർ ഇന്ത്യ. അത് ടാറ്റയുടെ കയ്യിലേക്ക് ഇവർ വിൽപ്പന നടത്തി. അതിനെ അനുകൂലിച്ചുകൊണ്ട് RSSന്റെ മുഖപത്രം പറഞ്ഞത് കാവ്യനീതി. മുമ്പ് ടാറ്റയുടെ നെഹ്റു പിടിച്ചെടുത്തതാണ്. നെഹ്റു അകാരണമായി പിടിച്ചെടുത്തത് തിരികെ ഞങ്ങൾ ടാറ്റയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇതായിരുന്നു പറഞ്ഞ പ്രഖ്യാപനം. വിമാനത്താവളങ്ങൾ, ഇന്ത്യയുടെ ഹൈവേ നെറ്റ്വർക്കുകൾ, BSNL, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, എന്തിനധികം പറയുന്നു നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് പച്ച മലയാളത്തിൽ ഇന്ത്യ വിൽപ്പനയുടെ പ്രതീകമല്ലേ, അതിന്റെ പരിച്ഛേദമല്ലേ? നിങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും റീത്ത് വെച്ചതിന് ശേഷം ഇനി ഏത് കേന്ദ്ര പൊതുമേഖലാ സർവീസിനെ സംബന്ധിച്ച് സംവരണം നൽകുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏത് പൊതുമേഖലയിലേക്ക് ഇവർക്ക് ജോലിക്ക് കരുത്തു പകരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എല്ലാം തകർക്കുന്നു, എല്ലാം വിൽപ്പനയ്ക്ക് വെക്കുന്നു. BSNL, LIC, റെയിൽ നെറ്റ്വർക്ക്, വിമാനത്താവളം, ഹൈവേ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഉള്ള ഹൈവേ നെറ്റ്വർക്ക് എന്ന് വേണ്ട ഇന്ത്യയുടെ അഭിമാന സ്തംഭങ്ങളായി ശിരസുയർത്തിയ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും തകർത്ത് നിഷ്പ്രഭമാക്കിയതിനു ശേഷം നിങ്ങൾ 4 വർഷത്തേക്ക് ചുരുക്കി വാടക പടയാളികളായി ഇന്ത്യൻ മിലിറ്ററിയെ മാറ്റുവാനുള്ള ശ്രമങ്ങൾക്ക് ശേഷം നിങ്ങൾ പറയുന്നു ഏതോ മേഖലയിൽ സംവരണം. നിങ്ങളുടെ ആത്യന്തിക അജണ്ട സ്ഥിരം തൊഴിലും സംരക്ഷണവും പെൻഷനും ആ അവകാശങ്ങളൊക്കെ റദ്ദ് ചെയ്യുന്നതോടൊപ്പം ഇന്ത്യൻ സിവിൽ സമൂഹത്തെ ഒരു സൈനിക സമൂഹമാക്കി മാറ്റുക. ഇന്ത്യയുടെ സാമൂഹ്യ നീതിക്ക് പകരം ഒരു സൈനിക നീതിയെ ഇവിടെ വളർത്തിക്കൊണ്ടുവരിക. സൈന്യത്തിനുള്ളിലെ രീതികൾ നമുക്കറിയാം. ആ സൈന്യത്തിനുള്ളിലെ രീതികൾ നാട്ടുനടപ്പാക്കി മാറ്റുവാനുള്ള RSSന്റെ ഹിഡൻ അജണ്ടയുണ്ടോ? നമ്മൾ സംശയിക്കണം. കാരണം എന്താണ്? ഇന്ത്യ ഫ്രാൻസ് പോലെയല്ല, ഇസ്രായേൽ പോലെയല്ല, ചൈന പോലെയല്ല, മറ്റ് ഇതര ലോകരാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ 4ാം ക്ലാസ്സിൽ പരീക്ഷയിൽ 1 മാർക്കിന്റെ ചോദ്യത്തെ അഭിസംബോധന ചെയ്യാൻ മനപ്പാടമാക്കി വെച്ച ഇന്ത്യയുടെ ഒരു നിർവചനമുണ്ട്. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ആ നിർവചനം എന്താണ്? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇന്ത്യയുടെ നിർവചനമാണ്. ഇത്രമേൽ ഭാഷകളും ഇത്രമേൽ മതങ്ങളും ഉപജാതികളും ജാതികളും സമുദായങ്ങളും ഒക്കെയുള്ള ബഹുസ്വരതയുടെ ഒരു രാജ്യത്ത് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ ആയുധാഭ്യാസികൾ മാത്രമാക്കി 21ാം വയസ്സിൽ നിങ്ങൾക്ക് ശേഷിയില്ലാത്തത് കൊണ്ട് നിങ്ങൾ പട്ടാളത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിരിക്കുന്നു എന്ന സന്ദേശം നൽകി ലക്ഷങ്ങളെ ആയുധാഭ്യാസികളായ തൊഴിൽ രഹിതരാക്കി ഇന്ത്യൻ പൊതുസമൂഹത്തിലേക്ക് തള്ളുന്നത് വഴി നിങ്ങൾ ഇന്ത്യൻ സിവിൽ സൊസൈറ്റിയുടെ സൈന്യവൽക്കരണമല്ലാതെ ആത്യന്തിക സൈനിക നീതി നടപ്പിലാക്കുകയല്ലാതെ RSS മറ്റെന്താണ് ലക്ഷ്യമിടുന്നത്? ഇത് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ അത്യന്തം അപകടപൂർണമായ നടപടിയാണ്. ഇത് മനുഷ്യ സമൂഹത്തിന് മേലെ, ഹ്യൂമാനിറ്റിക്ക് മേലെ നിങ്ങൾ നടത്തുന്ന ഏറ്റവും ഒടുവിലത്തെ ക്രൈമാണ്. ഇതിനെതിരെ ഇന്ത്യയുടെ യുവത സമരം ചെയ്യും, ഇന്ത്യ ഒട്ടുക്കം സമരം ചെയ്യും. കർഷക സമരം പോലെ ഇളം ചുവപ്പുള്ള യുവതയുടെ ചോര കണ്ടിട്ടേ നരബലി സ്വീകരിച്ചിട്ടേ നിങ്ങളിത് പിൻവലിക്കൂ എന്ന പിടിവാശി പാടില്ല. ഈ മാന്യമായ സമരോത്സുകമായ ഘട്ടങ്ങളെ അഭിസംബോധന ചെയ്ത് നിങ്ങളിത് പിൻവലിക്കാൻ തയ്യാറാകണം. ഇന്ത്യൻ സേനയുടെ പ്രൊഫഷണലിസവും അന്തസ്സും നിലനിർത്താൻ നിങ്ങൾ തയ്യാറാകണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ഡോക്ടർ മോഹനൻ പിള്ള, ഇപ്പോൾ ജയ്ക്ക് ചൂണ്ടിക്കാട്ടിയ ഒരു രാഷ്ട്രീയ പരിസരം ഈ സേനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ വരുന്ന മാറ്റങ്ങളിൽ കൃത്യമായ ഉത്തരം പറയുന്നതിന് BJP വക്താക്കൾക്ക് കഴിയുന്നില്ല എന്ന് കൂടി കാണുമ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് വായിച്ചെടുക്കേണ്ടതുണ്ടോ? ഇത് ജനറൽ VK സിംഗ് പറഞ്ഞതുപോലെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് എങ്ങനെയാകും എന്ന് ഔട്ട്കം പറയാൻ പറ്റുകയുള്ളൂ ഒന്ന്. പക്ഷേ BJPയുടെ വക്താവാണെങ്കിലും ഞാൻ ഓപ്പണായിട്ട് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഡിഫൻസ് സിസ്റ്റത്തിനെ കുറിച്ച് എന്താണ്, ഹൗ ആർമി ഫങ്ഷൻ അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സസ് ഫങ്ഷൻ എങ്ങനെ, ആ ഫങ്ഷനെ കുറിച്ച് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ രാജ്യത്തിൻ്റെ നന്മ മാത്രം, അതായത് ഇറ്റ് ഈസ് ഗ്ലോറി ടു ഡൈ ഡൂയിങ് വൺസ് ഡ്യൂട്ടി എന്നാണ് മോട്ടോ. കാരണം ഡൂ ഓർ ഡൈ, ഒന്നുകിൽ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള രീതിയിൽ ബോർഡറിൽ ജവാന്മാർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് 1 ദിവസം 2 ദിവസം 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ടാവില്ല. അത് കൃത്യമാണ്. ഒന്ന്. രണ്ടാമത്, ഇന്ത്യൻ ആർമിയിൽ ഫൈറ്റിംഗ് ഫോഴ്സ്, എസ്പെഷ്യലി ഇൻഫൻട്രി, ആർട്ടിലറി, ആർമഡ് കോറിൽ റെജിമെൻറ്റ്സുകളുണ്ട്. ഇൻഫൻട്രിയിൽ ഈ റെജിമെൻറ്റുകളെ വളർത്തിക്കൊണ്ടുവരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ ഒരു ജവാനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട് കഴിഞ്ഞാൽ അവൻ്റെ യൂണിറ്റാണ് രണ്ടാമത്തെ വീട്. ആ വീട്ടിൽ ഇൻഫൻട്രി, അതായത് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള, കേരളത്തിൽ നിന്നൊരു പ്രത്യേക റെജിമെൻ്റ് ഇല്ല. പണ്ടുള്ള അതേ മദ്രാസ് റെജിമെൻറ്റ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ആ മദ്രാസ് റെജിമെൻറ്റിന് ഒരു ചൊല്ലുണ്ട്. അതായത് തമ്പി കൈസ ടൈഗർ ജൈസ എന്നാണ് പറയുന്നത്. തമ്പി എങ്ങനാണോ പുലിയുടെ മാതിരിയാണെന്നാണ് പറയുന്നത്. ആ ഒരു വാർക്രൈ കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളതെല്ലാം മറന്നു കഴിഞ്ഞ് ഒറ്റക്കെട്ടായിട്ട് യൂണിറ്റിയോടെ ട്രെയിൻഡായിട്ട് ബോർഡറിൽ ഒരു ഓഫീസറിൻ്റെ കമാൻഡിൽ മുന്നോട്ട് പോവുകയാണ്.
അവിടെയാണ് സിസ്റ്റം. ഇത് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. ഈ റെജിമെൻറ്റിൽ വന്നതിന് ശേഷം 6 മാസത്തെ ബേസിക് ട്രെയിനിങ്, 9 മാസത്തെ ട്രെയിനിങ്, അത് കഴിഞ്ഞതിന് ശേഷം ഓരോരോ വെപ്പണിൽ എക്സ്പേർട്ട്, അത് കഴിഞ്ഞ് ടെറൈൻ എങ്ങനെയുണ്ട്, ബോർഡർ എങ്ങനെയാണ്, അവിടെ ചെന്ന് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ പഠിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ 1 വർഷം 2 വർഷം 3 വർഷം ആരും ബോർഡറിൽ പട്രോളിങ്ങിന് വിടുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് മുമ്പുള്ള സമയത്തും ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ്റിന് പിടിവാശി കൊണ്ട് ഇത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ നടപ്പിലാക്കിക്കോളൂ, പക്ഷേ നോട്ട് ഫോർ ദ ഫൈറ്റിംഗ് ഫോർമേഷൻ. ബോർഡറിൽ ഫൈറ്റ് ചെയ്യുന്ന ഫോർമേഷനിൽ ദൈവത്തെ ഓർത്തത് ഇംപ്ലിമെൻറ്റ് ചെയ്യരുത്, നമുക്ക് ദോഷം പറ്റും. അതിനുള്ള കാരണമുണ്ട്. കാരണം ഈ വരുന്ന ആൾക്കാർ തന്നെ ഈ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു കമ്പാരിസൺ വരും. അപ്പോൾ ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ഇവരിപ്പോൾ വന്നതേ ഉള്ളൂ, ഇവരെ ബാരക്കിലിരുത്താം, ഞങ്ങൾ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ളവർ പറയും വേണ്ട അവരും ജോലിക്ക് വരട്ടെ എന്ന് പറയും. അപ്പം ആ ഒരു വർക്ക് അവിടെ ചാൻസ് എടുക്കാൻ പറ്റില്ല. ഡോക്ടർ ലാൽ, ദർ ഇസ് ചാൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അപ്പം അങ്ങനെ വരുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഇത് പ്രതികൂലമായിട്ട് ബാധിക്കും. അതേസമയം വർക്ക് ഫോഴ്സിനെ മാറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇഷ്യൂ. സോ മെനി ഇതെന്തുകൊണ്ട് പിന്നെ പാരാമിലിറ്ററി ഫോഴ്സിൽ സംവരണം കൊടുക്കാതെ പാരാമിലിറ്ററി ഫോഴ്സിൽ ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യൂ ആദ്യം, ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിൽ ചെയ്യാതെ? അതെന്തുകൊണ്ട്? എൻ്റെ ക്വസ്റ്റ്യൻ ഇത് മാത്രമേ ഉള്ളൂ. ഡയറക്റ്റ് ആർമിയിലേക്ക്, ഡിഫൻസ് ഫോഴ്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിന് ട്രയൽ നടത്താതെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു? പാരാമിലിറ്ററി ഫോഴ്സിൽ ട്രയൽ ചെയ്യട്ടെ, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സിനെ അണ്ടർമൈൻ ചെയ്ത് പറയുകയല്ല ഞാൻ. ഇവിടെ 5 വർഷം 4 വർഷം കണ്ടിന്യൂ ചെയ്യുന്ന ഒരാൾ, ആ ആൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യട്ടെ 10 വർഷം കൂടി. പിന്നെ ഇതിനകത്ത് സംവരണ തത്വം അട്ടിമറിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് വളരെ വ്യക്തമായ കാരണമുണ്ട്. കാര്യം 35 വർഷം ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് ഒരു 35ാമത്തെ വയസ്സിലാണ് ഒരു എക്സ് സർവീസ്മാൻ വെളിയിൽ വരുന്നത്. 35 എന്ന് പറയുന്നത് വളരെ യങ് ഏജാണ്. ആ ആൾക്കാർക്കാണ് ഇവിടെ സംവരണം പാരാമിലിറ്ററി ഫോഴ്സസിൽ കൊടുത്തിരിക്കുന്നത്. 5 വർഷം അല്ലെ 10 വർഷം ഏജ് ബാർ കൊടുത്തിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ഈ പാരാമിലിറ്ററി ഫോഴ്സസിൽ തന്നെയല്ല, ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ തന്നെ ഇവിടെ നോക്കൂ, എത്ര ഡയറക്ടറേറ്റുകളും എത്ര എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻസും എല്ലാം ഇവിടെയാണ് ഇത് ചെയ്യുന്നത്. ഇതോടെ ഒരു കാര്യം സ്പഷ്ടമാകും. കാര്യം എക്സ് സർവീസ്മാന് ഇപ്പോൾ നിലവിലുള്ള എക്സ് സർവീസ്മാൻ്റെ കോട്ട ഏതാണ്ടൊക്കെ ക്ലോസ് ആകാൻ വഴിയുണ്ട്. അത് ക്ലോസ് ആകുമ്പോൾ പിന്നെ ഇതിലും വലിയൊരു പ്രൊട്ടസ്റ്റ് ആയിരിക്കും എക്സ് സർവീസ്മാൻ എടുക്കുന്നത്. അപ്പം ഇത് ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു ആകാതെ അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ടൈം പീരീഡ് എടുത്തിട്ട് എല്ലാവരെയും കോൺഫിഡൻസിലെടുത്ത് വേണം കാര്യങ്ങൾ നടത്താൻ. ഒരു 10th സിലബസ് മാറുന്നു, 12th സിലബസ് എക്സാം മാറുന്നു എന്നുണ്ടെങ്കിൽ 2 വർഷം മുമ്പ് തന്നെ ഡിക്ലെയർ ചെയ്യും, അല്ലെ 3 വർഷം മുമ്പ് പറയും 2025 മുതൽ 12th എക്സാമിനേഷൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്, ഇത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും രീതി. അതാണല്ലോ നടന്നു വരുന്ന രീതി. ഓൾ ഓഫ് എ സഡൻ ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ മുതൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനോടാണ് എല്ലാവർക്കും ഒരു സംശയദൃഷ്ടിയോടെ അല്ലെ ദുഷ്ടലാക്കോടെ ഉള്ള ഒരു നോട്ടം വരുന്നത്. അതിനെ ന്യായീകരിക്കുവാനായിട്ട് അല്പ പ്രയാസപ്പെടേണ്ടി വരും. ശ്രീ ജിജി ജോസഫ്, ഇതാണ് പ്രശ്നം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് മണികണ്ഠനിലേക്ക് പോകേണ്ടതാണ്. ഞാൻ അതിനു മുമ്പ് താങ്കളോട് ഇതിനകത്തൊരു പ്രതികരണം ചോദിക്കുകയാണ്. നിങ്ങളുടെ ഉദ്ദേശം സംശയിക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾ സൈന്യത്തെ മെച്ചപ്പെട്ടതാക്കാനല്ല ഈ ശ്രമമൊക്കെ നടത്തുന്നത് എന്ന് ആരോപണം വരുന്നത് അതുകൊണ്ടാണ്. നിങ്ങളുടെ ലക്ഷ്യം ഈ പുറത്തേക്ക് വരുന്ന 75%. 4 കൊല്ലം പട്ടാളത്തിലേക്ക് പോയി അവിടെ 25% പേര് നിങ്ങൾ എടുക്കുന്നു. പുറത്തേക്ക് 75% ആളുകൾ ഈ ട്രെയിനിങ് ഒക്കെ കിട്ടി, ഇവിടെ ഇപ്പോൾ ഡോക്ടർ മോഹനൻ പിള്ള പറഞ്ഞ എല്ലാ പരിശീലനവും കിട്ടി പുറത്തേക്ക് വരുന്നു. അവർ ഈ സമൂഹത്തിൽ ഏത് രീതിയിലാണ് പിന്നീട് മാറാൻ പോകുന്നത് എന്നതാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ആരോപണം. ഈ 75%-ക്കുറിച്ച് ജയിക്കും പറഞ്ഞിരുന്നു, ഇവർ കഴിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് അവരെ പുറന്തള്ളുകയെന്ന്. നമ്മളതിനെ ഇതിനെയൊക്കെ കുറച്ചുകൂടി പോസിറ്റീവായിട്ട് നമ്മുടെ പുതിയ കാലത്ത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരെയൊക്കെ കുറച്ച് ട്രെയിനിങ് കൊടുത്ത് എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകളാക്കി വിടുന്നു എന്ന് പറയുന്നതിന് പകരം ഇവരെല്ലാം കൊള്ളില്ലാത്തവരാക്കി പറഞ്ഞു വിടുന്നു എന്ന് പറയുന്നതിൽ ഒരു ഈ 70 എൻ്റെ സാർ, നിങ്ങൾ ഈ പറയുന്നതിൽ ഈ നെഗറ്റീവ് മാത്രം കണ്ടുകൊണ്ടിരിക്കില്ലേ? അവർ എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ പെർഫോം ചെയ്യുന്നവർ. ഞാൻ ചോദിച്ചോട്ടെ, ഇവരെങ്ങനെയാണ് ഈ 75% പേരെന്ന് 25% അവർ അവിടെ വെച്ചിരിക്കുന്നത് എടുത്തവരെയും
ബാക്കി 75 എന്ന് പറയുന്നവരെ എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അവർ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട്, അവർ കഴിവ് തെളിയിച്ചത് കൊണ്ടാണ് അവരെ ആദ്യം സെലക്ട് ചെയ്തത്. ആ സെലക്ട് ചെയ്തതിൽ നിന്ന് കൂടുതൽ കപ്പാസിറ്റി കാണിച്ചവരെയും കൂടുതൽ പെർഫോം ചെയ്തവരെയും അവിടെ സ്ഥിരപ്പെടുത്തുന്നു. നിങ്ങൾ എങ്ങനെയാണ് ബാക്കിയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ സംവരണം കൊടുക്കുന്നു. മനസ്സിലാക്കാൻ പോകുന്നത് അതിന്റെ മാനദണ്ഡം എന്താണ്? അതിന്റെ മാനദണ്ഡമൊക്കെ അവർ സെലക്ട് ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കില്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ മാനദണ്ഡത്തെ കുറിച്ചും ഇതിന്റെ അങ്ങനെയല്ലേ ഇത് സെലക്ട് ചെയ്യുന്നത്? പട്ടാളത്തിലേക്ക് എടുക്കേണ്ട ആളുകളെ എങ്ങനെ എടുക്കണം എന്നുള്ളത് പട്ടാളത്തിന് നമ്മൾ അതിനെ കുറിച്ച് പട്ടാളത്തിലേക്കല്ലേ എടുത്തത്, പിന്നീട് 100 പേരെ എടുക്കുന്നു. 100 പേരെ ഏറ്റവും സെലക്റ്റീവായിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ പെർഫോമൻസ് കൂടുതലുള്ള ആളുകൾക്ക് നമ്മൾ ഈ ചില സ്ഥലങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പ്രൊമോഷൻ കൊടുക്കുന്ന പോലെ അല്ല ഇത്. ഇതിനെ മനസ്സിലാകാത്തത് എന്താന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് രാഷ്ട്രീയം കാണുന്നതുകൊണ്ട് മാത്രമാണ് മോഹനപിള്ള സാർ പറയുന്നത് ഈ പാരാമിലിറ്ററിയിൽ ആദ്യം എടുക്കാൻ പാടില്ല. കുറച്ചും ചോദിച്ചത് ഈ പാരാമിലിറ്ററി നിങ്ങൾ കുറച്ച് കാണുകയാണെന്ന് ചോദിച്ചത്. അപ്പൊ പിന്നെ പാരാമിലിറ്ററിയിൽ ആദ്യം എടുക്കണമെന്നുണ്ടോ കുറച്ച് കാണുകയാണോ? ഒറ്റ മിനിറ്റ്. ശ്രീ മണികണ്ഠൻ യു നായർ ഒരു ഉദ്യോഗാർത്ഥിയാണല്ലോ, അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായെന്ന് ചോദിക്കട്ടെ. ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പുറത്തും പറയും ഇപ്പുറത്തും പറയും. ശരി മണികണ്ഠൻ പറയൂ. അങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാവില്ലല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളിതിനെ കുറച്ചുകൂടി അവർ കൊള്ളില്ലാത്തവർ എന്ന് പറയുന്നത് കൊള്ളില്ല എന്ന് പറഞ്ഞ അവരെ പുറത്താക്കുന്നത് നിങ്ങൾ ഇപ്പൊ തിരിച്ചടിക്കരുത്. മണികണ്ഠൻ ആളുകളെ എടുക്കുന്നതല്ലേ ഉള്ളൂ. എനിക്കൊരു അവസരം എക്യുപ്ഡ് ആയിട്ടുള്ള ആളുകളെ എടുക്കുന്നു. അതിന് നിങ്ങൾ ബാക്കിയുള്ള ഒരു കാര്യം പറയട്ടെ സാർ. ആദ്യമേ ഒരു കാര്യം പറയട്ടെ. 25% കൊള്ളത്തില്ലെന്ന് പറയും. മണികണ്ഠൻ പറഞ്ഞാൽ മതി. മണികണ്ഠൻ പറഞ്ഞോളൂ. സാർ, ഞങ്ങൾ PSC എക്സാമിന് വേണ്ടിയിട്ടല്ല ഇന്നിവിടെ റാലി കൂടിയത്, ഇല്ലെങ്കിൽ ഇത്രയും പ്രതിഷേധം നടത്തിയത്. ഒന്നാമത്തെ പോയിന്റ്, ജെ.കെ. ചേട്ടൻ ഉൾപ്പെടെ, ജെ.കെ. ചേട്ടാന്ന് വിളിക്കുന്നത് തെറ്റുണ്ടോന്ന് എനിക്കറിയില്ല, എങ്കിലും ക്ഷമിക്കുക, ജെ.കെ. ചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു റാലി നടത്തി, ഇല്ലേ ഒരു പ്രതിഷേധം നടത്തിയെന്ന് ഈ ഇരിക്കുന്ന 3 പേർക്കും മനസ്സിലായോ? എൻ്റെ ഒരു ചോദ്യമാണ്. അതിന് 3 പേരും എനിക്ക് ഉത്തരം തരണം. കാരണം ആദ്യം ഞങ്ങൾക്ക് വേണ്ടത് 1.5 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ CE എക്സാം, കോമൺ എൻട്രൻസ് എക്സാം, ആർമിയുടെ കോമൺ എൻട്രൻസ് എക്സാം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നൊരു ചോദ്യം ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നു. ഈ 3 പേരും TODയെ പിന്തുണച്ചുകൊണ്ട് മാത്രം പിന്തുണയ്ക്കുക വെച്ചാൽ അതിനെപ്പറ്റി മാത്രം സംസാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ 1.5 വർഷം വെയിറ്റ് ചെയ്ത ഓരോ കാൻഡിഡേറ്റ്സും ഓരോ കുടുംബങ്ങളാണ് സാർ. 3 പേരോടുള്ള റിക്വസ്റ്റ് ആണ്, ദയവേത് അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ്സ് തരാൻ പറ്റിയ വലിയ ഉപകാരമായിരുന്നു. ശരി, ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, അവസരം തരൂ. ആകെ കിട്ടിയ കുറച്ച് സമയമാണ്. ഇതാണ് മെയിൻ. പിന്നെ പറഞ്ഞു ഏകദേശം 46,000 പേരെ ഓരോ വർഷവും നിയമിക്കുമെന്ന്. 46,000 പേരെ ഓരോ വർഷം നിയമിച്ചാൽ പോലും അതിൽ ഏകദേശം 25% പൂർണ്ണമായിട്ടും അവിടെ നിർത്തുമെന്ന് പറയുന്നില്ല, ആലോചിക്കും എന്നൊരു വർത്താനേ ഉള്ളൂ. അതിൽ തന്നെ ബാക്കി വരുന്നത് 34,500 പേര് തിരിച്ചു വരികയാണ്. അതിൽ തന്നെ 10% വീണ്ടും അവസരങ്ങൾ കൊടുക്കും. എവിടെ? CAPF പോലുള്ള ഓരോ പലതര ഇതിന്റെ പുറകിൽ എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ തെറ്റാണ് മണികണ്ഠൻ പറഞ്ഞത്. അതായത് അവിടെ എത്ര ഒഴിവുണ്ടോ അതിലെ 10%. അതിലെ 10%, സോറി, അത് എന്റെ മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കുക. അതിലെ 10% കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ 10% വീണ്ടും വരുമ്പോൾ അതിൽ എത്ര വേക്കൻസി കാണും? അതിനെപ്പറ്റി പറഞ്ഞില്ലല്ലോ. ഈ കഴിഞ്ഞ വട്ടം CAPF വന്ന് വെറും 20,000 വേക്കൻസിയാണ്. അതിലായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏകദേശം അതുമായിട്ട് സാമ്യം ചെയ്ത് പറയുവാണെങ്കിൽ 2,000 പേർക്ക് മാത്രമാണ് അതിലോട്ട് അവസരം. എത്ര പേര് വരുന്നതിൽ? 34,500 പേര് വരുന്നതിൽ വെറും 2,000 പേർക്ക് മാത്രം അതിലോട്ട് അവസരം. അത് കഴിഞ്ഞിട്ട് PSC വന്നോട്ടെ. PSC വരുമ്പോൾ തന്നെ സംവരണശേഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ഓരോ കാസ്റ്റും റിലീജിയൻ അങ്ങനെ ബേസ് ചെയ്ത സംഭവമുണ്ട്. അതിനിടയ്ക്ക് ഇവരൂടെ വന്നു കഴിയുമ്പം അത് PSC അട്ടിമറിക്കത്തില്ലേ? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നതിനായിട്ട് കൂടുതലുപരി എനിക്കിപ്പോൾ അറിയേണ്ടത്, ഞാൻ ജയിക്കാനോടും പ്രതീക്ഷിക്കുന്നതാണ് എത്രയും പെട്ടെന്ന് CE എക്സാം, ഞങ്ങളുടെ കോമൺ എൻട്രൻസ് എക്സാം നടത്താൻ എന്തെങ്കിലും ഒരു പൂവൻ വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ 5,000 പേരടങ്ങുന്ന 5,000 കുടുംബങ്ങൾ വഴിയാധാരാവും. യെസ്, അക്കാര്യത്തിൽ കൃത്യമായി ജയിക്കിനേക്കാൾ ആ കാര്യത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ് കാര്യം ചെയ്യേണ്ടത്, കേന്ദ്ര സർക്കാർ. അവരുടെ പ്രതിനിധി ശ്രീ ജിജി ജോസഫാണ്. ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ, പറയൂ. നമുക്ക് സമയത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഉത്തരം കിട്ടണമല്ലോ. ഏകദേശം ഇപ്പൊ പറഞ്ഞ ആ ഒരു നിയമനത്തിൽ കൂടെ തന്നെ
നിങ്ങൾ ആ നിയമനം നടത്തണം നിർബന്ധമുണ്ടോ? ശരി, നടത്തുക. 2 വർഷത്തിൽ ഒരു വട്ടം മാത്രം ഈ TOD നടത്തുക. 2 വർഷത്തിൽ ഒരു വട്ടം നടത്താൻ പറയാൻ കാരണം ഇന്ത്യൻ സേന എന്തെന്നറിയണമെങ്കിൽ ഈ 2 വർഷത്തിൽ ഒരു വട്ടം നടത്തിയാൽ മാത്രം മതി. മനസ്സിലായോ? ബാക്കി എല്ലാ വർഷവും ഓരോ പെർമനന്റ് റാലി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഉപകാരം തന്നെയാണ്. രാജ്യസ്നേഹം പഠിക്കുന്നത് 4 വർഷം കൊണ്ടാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ ഇരിക്കുന്ന ബ്രിഗേഡിയർ സാറോട് ഞാൻ ചോദിക്കുകയാണ്, സാർ 4 വർഷം കൊണ്ട് ഒരിക്കലും എപ്പോഴെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ സാർ? അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് എന്തിനാണ് ഇത് കൊണ്ടുവരുന്നെങ്കിൽ കൊണ്ടുപോവാ. പക്ഷെ ഒരു കാര്യം, 2 വർഷത്തിൽ ഒരു വട്ടം മാത്രമായിട്ട് ഇത് ചുരുക്കുകയും പെർമനന്റ് റാലി എല്ലാ വർഷവും നടത്തുകയും വേണം. അതിനേക്കാൾ ഉപരി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും TOD പറ്റി സംസാരിക്കും. ഞങ്ങൾ ഇന്ന് കൂടിയ റാലി എന്താണെന്ന് പോലും ആർക്കും മനസ്സിലായിട്ടില്ല. കോമൺ എൻട്രൻസ് എക്സാം 1.5 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ കോമൺ എൻട്രൻസ് എക്സാം 6 വട്ടം മാറ്റിയ കോമൺ എൻട്രൻസ് എക്സാം. ജിജി ജോസഫ്, ഈ ആളുകളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉത്തരം കിട്ടുമെന്ന് കരുതിയാണ്. താങ്കളുടെ രാഷ്ട്രീയം മാത്രം ഇതിനകത്ത് പറഞ്ഞു പോകുന്നു എന്നാണ് എല്ലാവരുടെയും പരാതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ CE ഉണ്ടല്ലോ, കോമൺ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഈ നിന്നത്. അതിപ്പോൾ അനിശ്ചിതത്വത്തിലായി. അതെപ്പോൾ നടക്കും എന്നാണ് അറിയേണ്ടത്. ഒന്ന്, ഈ TOD ടൂർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിനെ അഗ്നിപഥിനെ ഒരു പിക്നിക്ക് പോലെ ആക്കിയിട്ടുണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. 3-4 വർഷത്തേക്ക് വന്ന് സന്ദർശിച്ച് പോവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ നടത്തിക്കോളൂ. പക്ഷേ ഈ പരീക്ഷ കാത്തിരിക്കുന്നവർക്ക് എന്തുണ്ട് മറുപടി? ഈ പോയിന്റാണ് ഞങ്ങൾ ഇന്നിവിടെ സംഘടിച്ചത്. ഡോക്ടർ ലാൽ എന്നോട് ആ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് വലിയ അത്ഭുതമുണ്ട്. കാരണം PSCയുടെ അടുത്ത എക്സാം എന്നാണ് നോട്ടിഫിക്കേഷൻ എന്ന് വരുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? സർക്കാർ സംവിധാനം അത്, സർക്കാർ സംവിധാനം അത്. സർക്കാർ സംവിധാനത്തെക്കുറിച്ച് സർക്കാർ സംവിധാനം ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതല്ലേ? അവർ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ പോയി സെക്രട്ടറിയുടെ നടയിൽ നിൽക്കാറുണ്ടല്ലോ. അതെ, അത് ഡൽഹി പോയി നിൽക്കൂ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് പോലും അറിയില്ലെങ്കിൽ. സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഞാനത് പറഞ്ഞല്ലോ. സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ആ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റുമാർ റാങ്ക് ലിസ്റ്റിൽ കിടക്കുന്നവർ കിടക്കാൻ വേണ്ടി കുറെ ദിവസമായി. അവരെയൊക്കെ അവിടെ പോയി കുത്തിപ്പൊക്കി അതൊന്നും കാണാതിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉദ്യോഗാർത്ഥികൾ മുട്ടിലഴിയായിരുന്നു. ഇന്നിപ്പോ ഇവര് മുട്ടിലെഴുതാത്തതുകൊണ്ടാണോ? മണികണ്ഠൻ മുട്ടിലെഴുതാത്തതുകൊണ്ടാണോ? നിങ്ങൾ ചോദിക്കുന്ന അടുത്ത കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് നടത്തുന്നതെന്ന് BJPയുടെ പ്രതിനിധിയോട് ചോദിക്കുന്നത് എങ്ങനെയാ? എനിക്കതാ മനസ്സിലാവാ. സാർ, ഞാൻ ആരോടാണ് ചോദിക്കുന്നത്? നരേന്ദ്രമോദി നേരിട്ട് ഈ ചർച്ചയിൽ വരുമോ? എങ്കിൽ ഞാൻ വിളിച്ചു ചോദിക്കാം. അല്ലല്ല, BJPയുടെ പ്രതിനിധി ഞാൻ പറയാണ് മറ്റന്നാൾ നടത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഈ സർക്കാർ സംവിധാനം മുഴുവൻ BJP ഹൈജാക്ക് ചെയ്തുകൊണ്ട് എന്ന് പറയും. താങ്കളുടെ അറിവ് എന്താണ് സാർ? താങ്കളുടെ അറിവ് എന്താണ്? പരീക്ഷ നടത്തുമോ ഇല്ലയോ? എന്ന് നടത്തും എന്റെ സാർ. സർക്കാർ കേന്ദ്ര സർക്കാർ എന്ന് കോമൺ എൻട്രൻസ് നടത്തുന്ന പറയാൻ ഞാൻ ആളല്ല. ഞാൻ സർക്കാരിന്റെ പ്രതിനിധിയല്ല. ഇതാണ് പ്രശ്നം. ഈ മണികണ്ഠൻ പോലുള്ള ആളുകൾ ഇന്ന് സമരം നടത്തിയത് ഇവർക്ക് ഈ പരീക്ഷ അറിയാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ആരുണ്ട് ഈ കാര്യത്തിൽ? എന്താണ് BJPയുടെ മറുപടി എന്ന് കേട്ടല്ലോ. അതിനുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അതിന്റെ മെറിറ്റ്സ് പറയാൻ വേണ്ടിയുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതത് കേട്ടില്ല? അല്ല, അദ്ദേഹത്തോട് അവസാനിപ്പിക്കാൻ പറ. ഞാൻ സുരേഷ് പിച്ചാറിന്റെ അനുഭവം ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം നമ്മുടെ ദേശീയ മാധ്യമങ്ങളുടെ സചിത്ര വാർത്തയായി വന്നത് മാസങ്ങളുടെ ഇടവേളകൾക്ക് അപ്പുറമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത് ഇതേപോലെ ഇപ്പോൾ അദ്ദേഹം കോമൺ എൻട്രൻസ് എക്സാം നടത്താത്തതിൽ നേരിടുന്ന കാലവിളംബത്തെ സംബന്ധിച്ചുള്ള 1.5 വർഷം ഈ പ്രവേശന പരീക്ഷയുടെ മാനദണ്ഡങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമാകേണ്ടിയിരുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർ 2 വർഷം നിർത്തിവെച്ചിരിക്കുന്ന പാൻഡമിക്കിന്റെ പേരിൽ നിർത്തിവെച്ചിരിക്കുന്ന റിക്രൂട്ട്മെന്റ് മുഖാന്തരം തൊഴിൽ രാഹിത്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. ഇവിടെ ആ ഉദ്യോഗാർത്ഥി ചൂണ്ടിക്കാട്ടിയതുപോലെ ആ വലിച്ചെറിയപ്പെട്ടത് ഒരു വ്യക്തി മാത്രമല്ല. ഒരു വ്യക്തി വലിച്ചെറിയപ്പെടുമ്പോൾ അയാളെ പ്രതീക്ഷിച്ച് ജീവിതത്തിന്റെ നിറമുള്ള ആകാശങ്ങൾ സ്വപ്നം കാണുന്ന 3-4 വരുന്ന കുടുംബാംഗങ്ങൾ കൂടെയാണ് ഇത്തരം ദുരിതങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഇവിടെ എൻട്രൻസ് എക്സാം നടത്താൻ നേരിടുന്ന കാലവിളംബത്തിൽ DYFI സമരത്തിലാണ്. ഞങ്ങളാൽ കഴിയും വിധം ഈ ശേഷി ഏറിയും കുറഞ്ഞുമുള്ള എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ സമരത്തിലാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ ബഹുമാനീയനായ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധി പറയുകയാണ്, എനിക്കെങ്ങനെ പറയാൻ കഴിയും, ഞാൻ സർക്കാരിന്റെ പ്രതിനിധി അല്ലല്ലോ എന്നുള്ളതാണ്. അങ്ങ് ഇതിൽ ശരി തെറ്റ് പറഞ്ഞാൽ മതി. എൻട്രൻസ് എക്സാം 1.5 വർഷക്കാലമായിട്ട് നടക്കുന്നില്ല. അങ്ങനെ നടക്കുന്നില്ലാത്തത് ശരിയാണോ? സാമാന്യ യുക്തിയുള്ള ഏതൊരാളും, അതിൽ BJPക്കാർ എത്ര പേരുണ്ടെന്നുള്ളത് എനിക്കറിയില്ല, അങ്ങേക്ക് അവസരം കിട്ടുമ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ മതി. സാമാന്യ യുക്തിയുള്ള എത്ര ആളുകളും അതിനെ തള്ളിക്കളയും.
അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയും. ഇത് പറയുമ്പോൾ അങ്ങേക്ക് എന്താണ് അസഹിഷ്ണുത? ആ ഉദ്യോഗാർത്ഥി ചൂണ്ടിക്കാണിച്ച ന്യായമായ പ്രശ്നം അത് ന്യായമായതാണ്. ആ പരീക്ഷ നടത്താത്തത് ശരിയല്ല. അതിൽ നേരിടുന്ന കാലവിളംബം കുറ്റകരമാണ്. അത് ക്രിമിനൽ കുറ്റകൃത്യമാണ്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളോടല്ല, ലക്ഷക്കണക്കിന് വരുന്ന അവരുടെ കുടുംബാംഗങ്ങളോട് ചെയ്യുന്ന മാപ്പർഹിക്കാത്ത കൊടും ക്രൂരതയാണ് എന്ന് പറയാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല പാഠങ്ങൾ ഞങ്ങൾക്കാർക്കും തിരിച്ച് പഠിച്ചു നോക്കേണ്ടതായി വരില്ല. നമ്മുടെ മുമ്പിൽ ഒരു അനീതി നിൽക്കുമ്പോൾ ആ നിൽക്കുന്നത് അനീതിയാണെന്ന് പറയാൻ സാമാന്യമായ യുക്തിയും മനുഷ്യ അന്തസ്സും ഉണ്ടായാൽ മതി. അത് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ മോഹൻപിള്ള ഈ കാര്യത്തിൽ ഇപ്പോ ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ചർച്ചയിൽ അതിന് ഉത്തരം കിട്ടുന്നില്ല. അത് ഇനി കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ റോഡിൽ ഇറങ്ങേണ്ടി വരുന്നത്. അവർ സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഇപ്പൊ പറയുന്നുമുണ്ട്. ഡോക്ടർ അതിനെങ്ങനെയാണ് ഉത്തരം തരുന്നത്? ഞാൻ ഉത്തരം തരാം. എനിക്ക് ഡേറ്റ് എല്ലാം അറിയേണ്ടത് ഈ പരീക്ഷ നടത്തുമോ ഇല്ലയോ, ഇവർക്കൊരു അവസരം ഉണ്ടാകുമോ ഇല്ലയോ? നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇപ്പൊ വെയിറ്റ് ചെയ്യുന്ന ഓരോ നിങ്ങൾ പരീക്ഷ നടത്താത്ത കേന്ദ്ര സർക്കാർ നടപടിയെ തള്ളിക്കളയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അത് ശരിയല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? അവസരം തരൂ. കുറിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആള് ഞങ്ങൾ ഈ CPM-കാര് ചെയ്യുന്ന പോലെ എല്ലാ കാര്യത്തിലും പാർട്ടിക്കാർ കയറി ഇടപെടുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ആരെങ്കിലും ഒരാൾ ഇടപെടണ്ടേ? പാർട്ടി ഇടപെടുന്നത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പാർട്ടി പരീക്ഷ നടത്താതെ നോക്കുകുത്തിയായി നിലയുറപ്പിക്കുന്നു. ആ നിലയുറപ്പിക്കുന്നത് ശരിയോ തെറ്റോ അത് നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ പരീക്ഷയുടെ ഡേറ്റ് പ്രഖ്യാപിക്കണമെന്നോ പരീക്ഷാ സെന്റർ പറയണമെന്നോ അല്ല പറഞ്ഞത്. ഇത് ഇത്രയും ഉദ്യോഗാർത്ഥികളെ പെരുവഴിയിലാക്കിയ കേന്ദ്ര സർക്കാർ സമീപനം, കാലവിളംബം, അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ? അതിനുള്ള അന്തസ്സ് നിങ്ങൾക്കുണ്ടോ? അതാണ് ചോദ്യം. പട്ടിണി സമരം ഡോക്ടർ മോഹൻപിള്ള ഒരൊറ്റ മിനിറ്റ്, ഡോക്ടർ മോഹൻപിള്ള പ്രതിനിധിയാണ് ജയിക്കുക. നിങ്ങൾ ഏത് എന്തായിരുന്നു അതിന്റെ മറുപടി? അതിലൊരാളായിട്ട് ശ്രീ ജിജി ഒരു മിനിറ്റ്, ഞാൻ ഡോക്ടർ മോഹൻപിള്ളയോട് ചോദിച്ചത്. മോഹൻപിള്ള പറഞ്ഞോളൂ. ഡോക്ടർ മോഹൻപിള്ള പറഞ്ഞോളൂ. മണികണ്ഠൻ വളരെ വിഷമത്തോടെ പറഞ്ഞ ഒരു ചോദ്യം എന്തെന്ന് ചോദിച്ചാല് ഇന്ത്യൻ സിസ്റ്റത്തിലുള്ളതാണ്. അതായത് കഴിഞ്ഞ 2 വർഷമായി ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ ഒരു വിഭാഗത്തിൽ ഇത്ര വേക്കൻസി ഉണ്ട് എന്ന് ഡിക്ലെയർ ചെയ്തതിന് ശേഷം അതിന്റെ ബേസിൽ എക്സാമിനേഷൻ നടത്തുകയും ഫിസിക്കൽ ടെസ്റ്റ് നടത്തുകയും മെഡിക്കൽ ടെസ്റ്റ് നടത്തുകയും പിന്നെ ഒരു കാരണവുമില്ലാതെ ഫൈനൽ ടെസ്റ്റ് നടത്താതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് തികച്ചും അതായത് എന്താ പറയുക, കൃത്യവിലോപം തന്നെയാണ്. അതിന് എനിക്ക് പറയാനുള്ളത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആയിരിക്കും നിങ്ങളുടെ രക്ഷ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും ന്യായം തരുന്ന ഒരു ജുഡീഷ്യറിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഏകദേശം അറിയാൻ കഴിഞ്ഞത് ഈ മാസം 23-ാം തീയതി തൊട്ട് ഈ TOD എന്ന് പറയുന്ന നിയമനം വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെയിറ്റ് ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റ് നേരെ TOD-ലോട്ട് പോകും. ഞങ്ങൾക്ക് ഇതിനു മുമ്പേ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഏകദേശം 1 ലക്ഷത്തോളം വേക്കൻസി ഉണ്ടെന്ന് പത്രമാധ്യമങ്ങളോട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞാണ്. മേജർ തന്നെയാണ് അത് പറഞ്ഞത്. അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ എന്റെ ഫോണിൽ കിടപ്പുണ്ട്, ഞാൻ ഫോട്ടോ കാണിക്കാം. പക്ഷെ അതിന് സമയമില്ല, അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഈ ചർച്ചയിൽ നമുക്ക് വളരെ പെട്ടെന്ന് 10 സെക്കൻഡ് കൂടി ഉണ്ട്. മണികണ്ഠൻ പറഞ്ഞു. ഓരോ മാതാപിതാക്കളും മനസ്സിലാക്കണം. ഇന്ന് ഇവിടെ അണിനിരന്ന ഓരോരുത്തരും CE എക്സാം എന്ന് പറഞ്ഞ എക്സാമിനാണ് മെയിൻ ആയിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു TOD എന്ന് പറയുന്ന നിയമനം കൊണ്ടുവരണമെങ്കിൽ അവർ കൊണ്ടുവന്നോട്ടെ. അതും 2 വർഷം കൂടിയിരിക്കും. കാരണം അത് ദേശസ്നേഹം വളർത്താനും ഇന്ത്യൻ സേന എന്തെന്ന് അറിയാനും വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് പെർമനന്റ് നിയമം എല്ലാ വർഷവും കണ്ടിന്യൂ നടത്തിപ്പോകണം എന്നത് മാത്രമാണ് ഓരോ കാൻഡിഡേറ്റിനും പറയാനുള്ളത്. താങ്കൾ എന്താണ് പറയാൻ വന്നത്? പെട്ടെന്ന് ഒരു 5 സെക്കൻഡ്. അത് നിയമന അതോറിറ്റിയുടെ ഒരു വീഴ്ച തന്നെയാണ്. അത് നടത്തണം എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടൈം ഗ്യാപ്പ് കൊടുത്ത 1 വർഷം, ഈ വർഷത്തെ നിങ്ങളുടെ ആ ടെസ്റ്റ് നടത്തി റെഗുലർ ആക്കിയതിന് ശേഷം പരീക്ഷണങ്ങൾ നടത്തണമെങ്കിൽ അതിനൊരു ടൈം കൊടുത്തതിന് ശേഷം എന്തായാലും ഇല്ലാത്ത പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. സൈന്യം പറഞ്ഞു എന്ന് ഒരിക്കൽ പറയുക, ഒരു കൃത്യമായ തീരുമാനമില്ലാതെ പ്രഖ്യാപനം നടത്തുക, അതിനുശേഷം പിന്നീട് 21 വയസ്സെന്നുള്ളത് 23 ആക്കുക, ഇപ്പോൾ 26 ആക്കുന്നു എന്ന് പറയുക, അത് വീണ്ടും 28 ആക്കുമെന്നൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു തവണത്തേക്ക് മാത്രമാണെന്ന് പറയുക. ഒരു തവണത്തേക്ക് പട്ടാളത്തിൻ്റെ പ്രായം അല്പം കൂടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ഈ പട്ടാളത്തിൽ ഇപ്പോൾ പ്രായം കുറയ്ക്കുന്ന
നടപടി കൊണ്ടുവരണമെന്ന് ആലോചിച്ചവർക്ക് ഉള്ള കൃത്യത തന്നെയാണോ? ഈ കാര്യത്തിൽ ആലോചനയില്ലാത്ത പ്രവൃത്തിയാണെന്ന് വീണ്ടും ആളുകളെ കൊണ്ട് പറയിക്കുന്നത് തന്നെയാണോ? ഇത് എന്തിനു വേണ്ടിയാണ്? അഗ്നിപഥ് എന്ന പരിപാടി തെരുവിൽ തീ കത്തിക്കുമ്പോൾ ആളുകൾ, ചെറുപ്പക്കാർ വീണ്ടും ജോലിയില്ലാതെ വീണ്ടും ഈ കാര്യത്തിൽ കഷ്ടപ്പെടുമ്പോൾ അവരുടെ വേദന കേൾക്കാതെ എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വീണ്ടും വാശി പിടിച്ച് ഈ അഗ്നിപഥ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? യുവാക്കളെ സൈനിക സേവനമുള്ളവരാക്കി മാറ്റി 4 വർഷം കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? കൃത്യമായും ഉത്തരവ് ഇനിയും കിട്ടേണ്ടതുണ്ട്. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ശ്രീ ജെയ്ക്ക് സി തോമസ്, ജിജി ജോസഫ്, ഡോക്ടർ മോഹനൻ പിള്ള, മണികണ്ഠൻ യു നായർ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.